നമസ്കാരം. നാടിന്റെ നാവുന്നേരും നാട്ടുപട്ടം വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ ആർത്തോസ്. തെരഞ്ഞെടുപ്പ് കാലമാണ്. തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങളുടെയും കുതന്ത്രങ്ങളുടെയും കാലഘട്ടമാണ്. നമ്മുടെ മണ്ഡലത്തിലെ കുണ്ട്ര മണ്ഡലത്തിലെ പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥികൾ 3 പേരാണ്. തീർച്ചയായിട്ടും നമ്മൾ അവരുടെ ഓരോരുത്തരും ഓരോരോ സ്ഥാനാർത്ഥികളെ സ്വയം പരിചയപ്പെടുത്തുന്നതും ഒരുപാട് റീലുകളും ഒരുപാട് വീഡിയോകളും ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ എപ്പോഴും നമ്മൾ ഒരു വിഷയത്തെക്കുറിച്ച് തന്നെ ദൈവമുണ്ടോ എന്ന് ചോദിച്ച് ഒരാൾ സംസാരിച്ചാൽ, ഉണ്ട് എന്ന് പറയുന്ന ഒരാൾ സംസാരിച്ച് കഴിയുമ്പോൾ കേട്ടോണ്ടേ നമുക്ക് തോന്നുന്നുണ്ടല്ലോ, അടുത്ത ഒരാൾ ഇതില്ല എന്ന് പറഞ്ഞ് സംസാരിക്കും. കാരണം നമുക്ക് തോന്നും, ഇല്ല, ശരിയാ, മറ്റേതല്ലല്ലോ തെറ്റ്. പക്ഷേ ഒരേ വേദിയിൽ ഒരേപോലെ ഈ ഒരേ പ്രേക്ഷകരുടെ മുമ്പിൽ ഇവർ മൂന്ന് ആശയങ്ങൾ ഒന്നിച്ചു വെച്ചാലോ അപ്പോഴാണ് കല്ലും നെല്ലും തിരിയുക. നമുക്ക് കൊല്ലം പ്രസ് ക്ലബ്ബിൽ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നമ്മുടെ 3 സ്ഥാനാർത്ഥികളും അവരുടെ നിലപാടുകൾ, അവരുടെ വിമർശനങ്ങൾ പരസ്പരമുള്ളത് പങ്കുവച്ച 54 മിനിറ്റ് ദൈർഘ്യമുള്ളൊരു വീഡിയോ ഞങ്ങൾ പൂർണ്ണമായും ഇന്ന് നാട്ടുവട്ടം വാർത്തകളിൽ കൊടുക്കുകയാണ്. തീർച്ചയായിട്ടും ഈ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ നമുക്ക് വോട്ടർമാർക്ക് ഓരോ സ്ഥാനാർത്ഥിയും അവരുടെ ഉൾക്കാഴ്ചയും അവരുടെ കഴിവുകേടുകളും ഒക്കെ തിരിച്ചറിയാൻ ഉള്ള ഒരു അവസരമാണിത്. തീർച്ചയായും നിങ്ങളെല്ലാം ഇത് കാണണം എന്നാണ് ഞങ്ങളുടെ അഭ്യർത്ഥന. നമുക്ക് നാട്ടുവട്ടം വാർത്തകളിലേക്ക് പോകാം. മെക്സിക്കോ മസാല കാലത്ത് ബിഎം നടത്തി പിരിഞ്ഞെന്ന് ഒഴിച്ചാൽ BC ചെയ്യാൻ കഴിഞ്ഞില്ല. കുടിവെള്ള പദ്ധതി, അമൃത് പദ്ധതിക്കകത്ത് കൊല്ലം കോർപ്പറേഷനും അതുപോലെ തന്നെ കിഫ്ബിയും കൂടെ ചേർന്നിട്ടാണ് ഏതാണ്ട് 348 കോടി രൂപയ്ക്ക് കുടിവെള്ള പദ്ധതി യാഥാർത്ഥ്യമാക്കാൻ സാധിച്ചത്. ആ കുടിവെള്ള പദ്ധതിയിൽ ആദ്യഘട്ടത്തിൽ കൊറ്റങ്കര പഞ്ചായത്തിനെ ഉൾപ്പെടുത്തി ആണ് പ്രവർത്തനം ആരംഭിച്ചത്. കൊറ്റങ്കര പഞ്ചായത്തിന് കൂടി പ്രശ്നം പരിഹരിക്കാനാണ് ഞങ്ങളുടെ കൂടി പ്രവർത്തനം ആരംഭിച്ചത്. പക്ഷെ സംഭവിച്ചതെന്ന് വെച്ചാൽ ഈ ബിയും നടക്കുന്നതിന് മുന്നേ തന്നെ വെപ്പല്ലായിട്ടു. കാരണം പിന്നെ റോഡ് വെട്ടിപ്പൊളിക്കുന്ന സ്ഥിതി ഉണ്ടാകാൻ പാടില്ല എന്നുള്ളത്. പക്ഷേ പിന്നീട് സംഭവിച്ചത് തുടർന്ന് അങ്ങോട്ട് നടന്നില്ല. കോർപ്പറേഷനിൽ അതിന്റെ ഓയിച്ചിട്ടാനും മറ്റു കാര്യങ്ങളെല്ലാം പൂർത്തീകരിച്ച പ്രവർത്തനങ്ങളായി. കിഫ്ബിയുടെ ഫണ്ട് ഉപയോഗിച്ച് തന്നെയാണ് അവിടെ നമ്മൾ വസ്തുവരെ വാങ്ങിയത്. അതൊരു ഇഞ്ച് മുന്നോട്ട് കൊണ്ടുവരാൻ കഴിയാത്ത നിലയിൽ ഒരു നടപടിയിൽ ഉണ്ടായില്ല എന്നുള്ളതാണ് ദുഃഖസത്യമാണ് നിൽക്കുന്നത്. അതുപോലെ തന്നെ പെരിനാട് ഈ പ്രവർത്തനം നടക്കുന്നതിനിടയിലാണ് അന്നത്തെ മന്ത്രിയായിരുന്ന സ്വാമി കുട്ടിയുടെ മുൻകീഴിലാണ് പെരിനാടും പനിയും തൃക്കരയും കൂടെ ചേർത്തുകൊണ്ട് റെയിൽവേയുടെ സാങ്ഷൻ വാങ്ങിച്ചുകൊണ്ട് റെയിൽവേയുടെ അടിയിലൂടെ തന്നെ പൈപ്പ് സ്ഥാപിച്ച് അവിടെ വാർത്താക്കളെ കണക്ട് ചെയ്യാനുള്ള സംവിധാനം ഉണ്ടാക്കി. അതുകൂടി വന്നു കഴിഞ്ഞാൽ ഒരു വലിയ മേഖലയിലെ കുടിവെള്ള പ്രശ്നത്തിന് പരിഹാരം കാണുമായിരുന്നു. അപ്പോഴാകട്ടെ ഞങ്ങൾ പഞ്ചായത്ത് കമ്മിറ്റി കൂടി നിരവധി തവണ വസ്തു വാങ്ങുന്നതിന് വേണ്ടിയിട്ട് സമ്പർക്കം തരണം എന്ന് പറഞ്ഞ MLA സമീപിച്ചതാണ്. MLA വളർന്നിരുന്ന സമീപമാണ് സ്വീകരിച്ചത്. ഫീസ് ആകുന്നില്ല. അവസാനം കിഫ്ബി ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് അവിടെ പെരിനാട് പഞ്ചായത്തിൽ നിന്ന് രേഖ വേണ്ടി വന്നു, വാങ്ങി ഒഴിട്ടിരിക്കുകയാണ്. ആ നിലയിൽ അതുമാത്രമല്ല, ഇപ്പൊ കുടിവെള്ള പദ്ധതിയിലേക്ക് പ്രശ്നം പറയുമ്പോൾ ഇടപെടാൻ കഴിയുന്ന ചില മേഖലകളുണ്ട് ജനപ്രതിനിധിക്ക്. അങ്ങനെ ഇടപെടലിൽ ഉണ്ടാകാത്ത ഒരു കാലഘട്ടമായി കഴിഞ്ഞു പോയത് എന്നുള്ളതായി കണ്ടുപിടിക്കുക. അങ്ങനെ ഒരു സ്ഥിതിയിലേക്ക് പോകുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടൊക്കെ വേണ്ടാന്ന് ആലോചിക്കുന്നത്. ഞാൻ എല്ലാ വിശദാംശങ്ങളിലേക്ക് ഇവിടെ ശ്രീ സനലിപൻ തന്നെ പറഞ്ഞു, കുണ്ട്ര വ്യവസായത്തിന് പുനരായിരുന്നു ഒരു കാലഘട്ടത്തിൽ. അത് സമ്പൂർണ്ണമായി തകർന്നുപോയി. പക്ഷെ ഇന്നലെ തിരിച്ചു പിടിച്ചു. വലിയ അഭിമാനകരമാണ്. 80 മുതൽ 2026 വരെയുള്ള 46 വർഷത്തെ തെരഞ്ഞെടുപ്പ് ചരിത്രമെടുത്ത് പരിശോധിച്ചാൽ 80-82 ജോസഫ് സാറും 82-87 തോപ്പിൽ രവിയും തുടർന്ന് ഇങ്ങോട്ട് കടവ് വിശ്വാസം സാറും അതുപോലെ തന്നെ അൽഫോൻസ ജോണക്കുള്ള UDF MLA വന്നു. ഈ 46 വർഷ ചരിത്രത്തിൽ കുണ്ട്ര അസംബ്ലി മണ്ഡലത്തിൽ UDFന്റെ MLA മന്ത്രിയായിരുന്ന ആളുകളടക്കം അവസാനം നമ്മുടെ MLA വന്നു. ഏതെങ്കിലും തരത്തിൽ ചൂണ്ടിക്കാണിക്കാൻ വികസനം കൊണ്ടുനടത്തുന്നുണ്ടോ എന്ന് നിങ്ങൾ വെല്ലുവിളിക്കുക. ഒന്നും ഉണ്ടായിട്ടില്ല. BV ജോസഫ് സാറും MA ബേബിയും മേഴ്സിക്കുട്ടി അമ്മയും അവർക്ക് ജനപ്രതിയായി വന്നതിന് ശേഷം മാത്രമാണ് വിവിധ ഘട്ടങ്ങളായി ഇന്ന് കുണ്ട്രക്കാണെല്ലാം സാധ്യമാക്കിയിട്ടുള്ളത്. അന്താരാഷ്ട്ര നിലവാരമുള്ള വിദ്യാഭ്യാസ സ്ഥാപനം ഫാഷൻ ടെക്നോളജി ആൻഡ് ഡിസൈൻ ഇൻസ്റ്റിറ്റ്യൂട്ട്, അതുപോലെ തന്നെ ടെക്നോ പാർക്ക്. ഇപ്പോഴത്തെ അവസാനമായി കുഫോസിന്റെ കാര്യം, ടെക്നോ പാർക്കിന് കൊടുത്ത 35 ഏക്കർ ഭൂമിയിൽ നിന്ന് 10 ഏക്കർ ഭൂമി തിരിച്ചു പിടിച്ച് കുഫോസിന് കൈമാറി യൂണിവേഴ്സിറ്റിയുടെ ക്യാമ്പസ് അവിടെ മുതലുള്ള ശ്രമം നടത്തിയിട്ടാണ് പോയത്. പക്ഷേ ഒരു ജനപ്രതിനിധി, പ്രത്യേകിച്ച് MLA ജനപ്രതിനിധിക്ക് വലിയ പങ്ക് വഹിക്കാൻ കഴിയാത്ത പ്രവർത്തനത്തിന് ഒന്നും ചെയ്തിട്ടില്ല. ടെക്നോ പാർക്കുമായി ബന്ധപ്പെട്ടുകൊണ്ട് MLAയുടെ 11 ഗ്യാരണ്ടി പ്രത്യേകം സൂചിപ്പിച്ചിട്ടുണ്ട്. ടെക്നോ പാർക്കുമായി ബന്ധപ്പെട്ട് ഒരു മീറ്റിംഗ് പോലും വിളിക്കാൻ, IT സെക്രട്ടറി എങ്കിലും ഉപയോഗപ്പെടുത്തി ഒരു മീറ്റിംഗ് വിളിക്കാൻ വലിയ വാഗ്ദാനങ്ങൾ കൊടുത്താണ്. പക്ഷെ ഒരു മീറ്റിംഗിലൊന്നും വിളിച്ച് ഒരു ചർച്ച നടത്താൻ തയ്യാറില്ല. കുടിവെള്ള പദ്ധതി ഞാനൊക്കെ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നു, ജില്ലാ പഞ്ചായത്തിന്റെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനൊക്കെ ആയിരുന്ന ആളാണ്.
കുടിവെള്ള പദ്ധതിയെ സംബന്ധിച്ച് ചർച്ച ചെയ്യപ്പെടുമ്പോൾ ഞങ്ങളുടെ ജനപ്രിയ മനസ്സിലാക്കിയിട്ടുള്ളത് പഞ്ചായത്ത് കമ്മിറ്റിയിൽ പങ്കെടുക്കും. അവിടുത്തെ കുടിവെള്ള പദ്ധതിയുടെ സോഴ്സുകളെ സംബന്ധിച്ച് മനസ്സിലാക്കും, അതിനകത്ത് ഇടപെടും. നിർഭാഗ്യവശാൽ നമ്മുടെ MLA ഈ 5 വർഷക്കാലവും ഒരു പഞ്ചായത്ത് സമിതി യോഗത്തിൽ പങ്കെടുക്കുകയോ കുടിവെള്ള പ്രശ്നത്തിന് ഒരു നിർദ്ദേശം സ്വീകരിക്കാൻ തയ്യാറായില്ല. എത്ര പ്രസ്ഥാനം ഒരു സമരത്തിലൂടെയാണ് MLA ഞങ്ങൾ കാണുന്നത്. ഈ പൊതുപ്രവർത്തനം എന്ന് പറയുന്നത് തലച്ചോറ് മാത്രമല്ല, ബുദ്ധി മാത്രമല്ല, ഹൃദയം കൊണ്ടാണ്. ഇത് രണ്ടുകൂടെ ചേരുമ്പോഴേ പൊതുപ്രവർത്തനം പൂർണ്ണതയിലെത്തുള്ളൂ. അപ്പം നമുക്ക് എല്ലാ ഭാഗത്തെയും മനസ്സിലാക്കാൻ പ്രശ്നങ്ങൾ ഇടപെടാൻ ഒരു ആത്മാർത്ഥ്യം ഉണ്ടാവും. വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന് ബുദ്ധി നല്ലതാണ്, പക്ഷേ അത് മാത്രമാണ് ഇതുകൂടി ഉണ്ടാകണം. അങ്ങനെ MLA ഭാഗത്ത് അങ്ങനെ ഉണ്ടായില്ല എന്നുള്ളത് ഒരു ദുഃഖകരമായ സത്യമാണ്. കുണ്ടയിലാണെങ്കിൽ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് 5 വർഷങ്ങൾക്ക് പിന്നിലാണ്. കേരളം പൊതുവെ നേടി നേട്ടത്തോടൊപ്പം കുണ്ടയ്ക്ക് 5 വർഷക്കാലം സഞ്ചരിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ള ദുഃഖസത്യം ഈ സമയത്ത് പറയാൻ ആഗ്രഹിക്കുകയാണ്. അതുമാത്രമല്ല, ഞാനൊരു ജനപ്രതിനിധിയായി മത്സരിക്കാൻ 2 തവണ അവസരം കിട്ടിയാണ്. ഈ പ്രശ്നമുള്ള കാര്യം ഏറ്റവും അവസാനം ജില്ലാ പഞ്ചായത്തിന്റെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായി ഞാൻ സ്ഥാനം ഒഴിയുമ്പോൾ അതിന് തൊട്ട് മുന്നെയാണ് അദ്ദേഹത്തിന്റെ തന്നെ പ്രിയപ്പെട്ട നേതാവ് ഉമ്മൻചാണ്ടി സാർ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്നും 5 മന്ത്രിമാരുടെ സാന്നിധ്യത്തിലാണ് കനകക്കുന്ന് കൂട്ടാറിൽ പോയി ആദ്യത്തെ ആരോഗ്യമുള്ള പുരസ്കാരം 10 ലക്ഷം രൂപ വാങ്ങി. പ്രശ്നമില്ലെന്ന് മീറ്റിംഗിൽ കിടക്കുകയാണ്. പഞ്ചായത്ത് പ്രസിഡന്റാകാൻ അവസരം കിട്ടിയപ്പോൾ ഏറ്റവും പാർശ്വവൽക്കരിക്കപ്പെട്ടവരെ അത് അവരെ കണ്ടെത്തി അവരുടെ പ്രശ്നങ്ങൾ പരിഹാരം കാണാൻ, അത് എന്റെ ജീവിതാനുഭവത്തിൽ കൂടിയാണ്. അവിടെ ബഡ് സ്കൂള് സംസ്ഥാനത്ത് ആദ്യമായി ഒരു പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ സവിശേഷ ബുദ്ധിയുള്ള കുഞ്ഞുങ്ങൾക്കായി സ്നേഹാലയം എന്ന് പറഞ്ഞ സ്കൂൾ ആരംഭിച്ചത് അന്നാണ് 2005. അതിനുശേഷം ഇങ്ങോട്ട് ഉച്ചയൂണ് പദ്ധതി 2006 നവംബർ മാസം 24-ാം തീയതിയാണ് കർണാടക പഞ്ചായത്തിലെ വെൽഫെയർ സ്കൂളിൽ ജനങ്ങളോട് സഹകരിപ്പിച്ചുകൊണ്ട് ഉച്ചയൂണ് എന്ന് പറയുന്ന കൺസെപ്റ്റ് കൊണ്ടുവരികയും അന്നത്തെ വിദ്യാഭ്യാസ മന്ത്രി MA അവിടെയൊക്കെ പങ്കെടുത്തുകൊണ്ട് ഉദ്ഘാടനം ചെയ്യും, തുടർന്ന് സംസ്ഥാനത്ത് ആരംഭിക്കുകയും ചെയ്യും. അതുപോലെ തന്നെ പാലിയേറ്റീവ് പ്രോഗ്രാം പഞ്ചായത്തുകൾക്ക് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് എങ്ങനെ ചെയ്യാം എന്ന് കാണിച്ചു കൊടുത്തു 2005 മുതൽ. അത് 2009 ഒരു പാലിയേറ്റീവ് നയമായി പ്രഖ്യാപിച്ച സാഹചര്യമുണ്ടായി. ഒരു കാര്യം, ഇത് പഞ്ചായത്തിന്റെ പ്രവർത്തനം നിരവധിയുണ്ട്. അതുപോലെ തന്നെ ജില്ലാ പഞ്ചായത്തിന്റെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായി നടത്തിയ പ്രവർത്തനമുണ്ട്. അതെല്ലാം ജനങ്ങളുടെ വലിയ അടയാളപ്പെടുത്തുകളായി വന്നിട്ടുണ്ട്. ഒരു കാര്യം കൂടെ പറയുന്നു, ഇതിനിടയിൽ കയർഫെഡിന്റെ ചെയർമാനായിരിക്കാൻ എനിക്ക് അവസരം കിട്ടി. 3 വർഷക്കാലം UDFന്റെ ഗവൺമെന്റാണ്. കയർഫെഡിന്റെ ചരിത്രത്തിൽ നമുക്കറിയാം, വലിയ പ്രധാനികളായിട്ടുള്ളവരെല്ലാം DM ജേക്കബ്, E അഹമ്മദ്, അതുപോലെ തന്നെ തത്തിരിപ്രവാൻ സാറും ആന്ധ്രപ്രധാനമന്ത്രിനെ കൊണ്ട് 30 വർഷക്കാലം ലാഭത്തിലല്ലാതിരുന്ന സ്ഥാപനം ഞാൻ ചെയർമാനായപ്പോൾ 10 വർഷ വ്യാപാര ലാഭം 2012 ഉണ്ടാക്കാൻ കഴിയും. കയർഫെഡ് വേണ്ട. ഇന്ത്യയിലെ ഏറ്റവും നല്ല അപെക്സ് ബോഡിയുടെ ചെയർമാൻ എന്ന നിലയിൽ 2012 രാഷ്ട്രപതി പ്രതിഭ പട്ടേലിരിക്കുന്നു അവാർഡും കൂടെ വാങ്ങിക്കാൻ ഒരു അവസരം കിട്ടിയോടെ എന്നതോടുകൂടി ഓർമ്മിക്കുക. അങ്ങനെ ജനപ്രതിയായ അവസരം കിട്ടിയപ്പോൾ വളരെ കൃത്യമായ ഇടപെടലായി നടപടി കഴിഞ്ഞിട്ടുണ്ടെന്ന് പറയാൻ ആഗ്രഹിക്കുക. അടുത്തതായിട്ട് നമ്മുടെ DC വിശ്വനാഥ് നിലവിൽ MLA ആണ്. അദ്ദേഹം എത്തിയിട്ടുണ്ട്. അദ്ദേഹം പ്രസിഡന്റായിട്ട് പറഞ്ഞു പ്രസിഡന്റാണ്, നേരത്തെ MLA ആയിരുന്നു. അപ്പോൾ നമ്മുടെ ഈ പരിപാടിയിൽ ആമുഖമായിട്ട് 5 മിനിറ്റ് നേരം സംസാരിക്കുക എന്നുള്ളതാണ്. നമ്മുടെ വികസന കാഴ്ചപ്പാടുകൾ, നമ്മൾ നടപ്പാക്കിയ കാര്യങ്ങൾ, അങ്ങനെയുള്ള വിഷയങ്ങൾ 5 മിനിറ്റിൽ ഒതുക്കി സംസാരിക്കണമെന്ന് അദ്ദേഹത്തെ ക്ഷണിച്ചു. ബഹുമാനായ ക്ലബിന്റെ സെക്രട്ടറി, പ്രസിഡന്റ്, സ്ഥാനാർത്ഥികളായ ശ്രീ SL സജികുമാർ, ക്ലബിന്റെ അധ്യക്ഷന്, ഏറ്റവും പ്രിയപ്പെട്ട മാധ്യമ സ്നേഹിതരെ, കഴിഞ്ഞ 5 വർഷക്കാലം MLA എന്ന നിലയിൽ പ്രവർത്തിക്കുമ്പോൾ അഭിമാനകരമായി 5 വർഷക്കാലം കുണ്ടറയുടെ ജനപ്രതിനിധിയാകുവാൻ എനിക്ക് കഴിഞ്ഞുവെന്ന് ചാരിതാർത്ഥ്യത്തോടുകൂടിയാണ് വീണ്ടും ജനങ്ങളെ സമീപിക്കുന്നത്. ഇക്കാര്യത്തിൽ നിയമസഭാ സാമാജികൻ എന്ന് പറഞ്ഞാൽ നിയമനിർമ്മാണ സഭയാണ് അദ്ദേഹം പ്രതിനിധീകരിക്കുന്നത്. അപ്പൊ നിയമനിർമ്മാണ സഭയെ പ്രതിനിധീകരിക്കുമ്പോൾ പല തലങ്ങളിലുള്ള പ്രവർത്തനങ്ങൾ, അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നിയമനിർമ്മാണത്തിൽ ഒരു ജനപ്രതിനിധിയുടെ ഇടപെടലാണ്. അക്കാര്യത്തിൽ ഈ കഴിഞ്ഞ നിയമസഭ 15-ാം സഭയിൽ 1174 ചോദ്യങ്ങൾ സാമാജിക നിലയിൽ നിയമസഭയിൽ ഉന്നയിക്കാൻ കഴിയും. കഴിഞ്ഞ നിയമസഭയിൽ 15-ാം സഭയിൽ കുണ്ടറയുടെ MLA ആണ് കേരള നിയമസഭയിൽ ഏറ്റവും കൂടുതൽ അടിയന്തര പ്രമേയങ്ങൾ അവതരിപ്പിച്ചത്. 20 അടിയന്തര പ്രമേയങ്ങൾ. 1-ാം കേരള നിയമസഭ മുതൽ 1957 സഖാവ് EM ശങ്കരൻ നമ്പൂതിരിപ്പാടിന്റെ 1-ാം സഭ മുതൽ
ഇപ്പോഴത്തെ 15ാം സഭ ബഹുമാനപ്പെട്ട ശ്രീ പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിരിക്കുന്ന സഭ വരെയുള്ള പീരീഡ് ആ കാലഘട്ടം 1 മുതൽ 15 വരെ ചർച്ച ചെയ്ത ഏറ്റവും കൂടുതൽ അടിയന്തര പ്രമേയങ്ങൾ അവതരിപ്പിച്ചിട്ടുള്ള ജനപ്രതിനിധി കുണ്ട്രയുടെ തന്നെയാണ്. എല്ലാ സഭയും പരിശോധിക്കുമ്പോൾ 1 മുതൽ 15 വരെ ഇതുവരെ ചർച്ച ചെയ്ത അടിയന്തര പ്രമേയങ്ങളുടെ കാര്യത്തിൽ 1ാം സ്ഥാനത്താണ്. അതില് ബഹുമാനപ്പെട്ട സ്പീക്കർ ശ്രീ എൻ ശംസീർ തന്നെ ഒരു ദിവസം സഭയിൽ ഞാൻ പ്രതീക്ഷിച്ചല്ല, സഭയുടെ നടപടിക്രമങ്ങൾക്കിടയിലാണ് അദ്ദേഹം PC വിശ്വനാഥിന് ഒരു അപ്രീസിയേഷൻ ഉണ്ട്, അത് ഞാൻ സഭയെ അറിയിക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ശ്രീ എൻ ശംസീർ തന്നെയാണ് അക്കാര്യം നിയമസഭയെ അറിയിച്ചത്. കുണ്ട്രയുടെ ജനപ്രതിനിധി എന്ന നിലയിൽ ആ അംഗീകാരം ലഭിച്ചതിൽ എനിക്ക് അഭിമാനമുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട വിഷയങ്ങളാണ് അടിയന്തര പ്രമേയങ്ങളായി. മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ തന്നെ ലഹരിക്കെതിരായിട്ടുള്ള എന്റെ ആദ്യത്തെ അടിയന്തര പ്രമേയം അവതരിപ്പിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇത് വിശ്വനാഥനെ ഞാൻ അഭിനന്ദിക്കുന്നത് ചർച്ച ചെയ്യേണ്ടതാണ്. ഇന്ന് നിയമസഭയിൽ 5 ബില്ല് ഉണ്ടായതുകൊണ്ട് ചർച്ചയ്ക്ക് എടുക്കുന്നില്ല. പക്ഷെ അദ്ദേഹം ഏതാണ്ട് 1 മണിക്കൂറോളം ആ അടിയന്തര പ്രമേയത്തിന് മറുപടി പറയുകയും അതിന്റെ അടിസ്ഥാനത്തിൽ ഒക്ടോബർ 2 മുതൽ നവംബർ 14 വരെ നീണ്ടു നിൽക്കുന്ന സംസ്ഥാന സർക്കാരിന്റെ ലഹരി വിരുദ്ധ ക്യാമ്പയിൻ പ്രഖ്യാപിച്ചത് ഞാൻ അവതരിപ്പിച്ച അടിയന്തര പ്രമേയത്തിന്റെ മറുപടിയായിട്ടാണ്. അപ്പോൾ സാമാജികൻ എന്ന നിലയിലുള്ള പ്രവർത്തനത്തിൽ നല്ല ഇടപെടലുകൾ, നിയോജകമണ്ഡലത്തിലെ കാര്യങ്ങൾ ഉൾക്കൊള്ളുന്ന 16 സബ്മിഷനുകൾ, 5 ശ്രദ്ധ ക്ഷണിക്കലുകൾ, നിയമനിർമ്മാണത്തിലെ 18 ഇടപെടലുകൾ, പ്രമേയങ്ങൾ, പ്രൈവറ്റ് ബില്ലുകൾ. നിയമനിർമ്മാണ സഭയാണല്ലോ ലെജിസ്ലേച്ചർ എന്ന നിലയിൽ ആ ലെജിസ്ലേച്ചറുടെ കടമ ഈ 5 വർഷക്കാലം 100% ആത്മാർത്ഥതയോടുകൂടി പ്രവർത്തിച്ചു. 2 MLA ഫണ്ടിന്റെ വിനിയോഗമാണ്. കൊല്ലം ജില്ലയിലെ 11 MLA-മാരിൽ MLA ആസ്തി വികസന ഫണ്ടിൽ ഏറ്റവും കൂടുതൽ തുക ഭരണാനുമതി നേടിയെടുത്തത് 1ാം സ്ഥാനം നേടിയത് കുണ്ട്ര MLA ആണ്. 21 കോടി രൂപയാണ് സർക്കാർ അനുവദിച്ചത്. 21 കോടി രൂപയ്ക്കും ഭരണാനുമതി നേടാൻ കഴിയും. ആദ്യത്തെ വർഷം 1 കോടി ലഭിച്ചുള്ളൂ. 4 കോടി സർക്കാരിന്റെ കോവിഡ് പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് സർക്കാർ തന്നെ വാങ്ങിച്ചിരുന്നു എല്ലാ MLA-മാരെയും. പിന്നെ ഉണ്ടായിരുന്നത് 21 കോടിയാണ്. ആ 21 കോടിക്കും ഭരണാനുമതി വാങ്ങിച്ചു. കാരണം ഒരു MLA-യുടെ 2ാമത്തെ റോളാണ് നിയമസഭയിലെ റോള്. 2ാമത്തെ റോള് ലഭിക്കുന്ന വികസന ഫണ്ടിന്റെ വിനിയോഗമാണ്. ആർക്ക് വേണമെങ്കിലും പരിശോധിക്കാവുന്ന ഒരു വെബ്സൈറ്റ് ഉണ്ട്, ആസ്തി ഡെവലപ്മെന്റ് ഫണ്ട്. അത് നോക്കിയാൽ 140 MLA-മാരുടെയും ഈ വിനിയോഗത്തിന്റെ കണക്കുകൾ അവിടെ ലഭ്യമാണ്. അതിൽ കൊല്ലം ജില്ലയിലെ 11 MLA-മാരിൽ 1ാം സ്ഥാനത്തെത്താൻ കഴിഞ്ഞു. നിയമസഭാ പ്രവർത്തനത്തിലും ഫണ്ടിന്റെ വിനിയോഗത്തിലും MLA ഫണ്ടിന്റെ വിനിയോഗം എടുത്താൽ 21-22 എന്റെ സമർപ്പിച്ച പ്രപ്പോസലുകൾ 27 ആയിരുന്നു. ഭരണാനുമതി ആയ പ്രവൃത്തികളുടെ എണ്ണം 27 ആണ്. പൂർത്തീകരിച്ചതും ചെലവഴിച്ചതുമായ പദ്ധതികളുടെ എണ്ണവും 27 ആണ്. ആദ്യത്തെ 4 വർഷവും പൂർത്തീകരിച്ചതും ചെലവഴിച്ചതുമായ പദ്ധതികളുടെ എണ്ണം 100%. 5ാമത്തെ വർഷം 100% ഒരു MLA-യും കിട്ടത്തില്ല. കാരണം നമ്മളിപ്പോ ഡിസംബറിലും നവംബറിലും എല്ലാം പ്രപ്പോസൽ കൊടുക്കും. അതിന് ASI TSI എഗ്രിമെന്റ് വെച്ച് വർക്ക് അവാർഡ് ചെയ്ത് വരുന്നതിന് ലാസ്റ്റ് വർഷത്തിൽ ഒരു MLA-ക്കും ഫുള്ള് എടുക്കാൻ കഴിയില്ല. പക്ഷെ ആദ്യത്തെ 4 വർഷത്തെ വിനിയോഗത്തിന്റെ കാര്യത്തിൽ കളക്ടറേറ്റിലെ MLA ഫണ്ട് കൈകാര്യം ചെയ്യുന്ന സെക്ഷനിൽ ആർക്കും പോയി നേരിട്ട് പരിശോധിച്ച് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ്. 5 വർഷക്കാലവും ഇതിങ്ങനെ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് അവരെ ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് ഈ കാര്യങ്ങളെല്ലാം നേടിയെടുക്കാൻ കഴിഞ്ഞത്. ഇവിടെ ബഹുമാനപ്പെട്ട എന്റെ സ്ഥാനാർത്ഥികൾ ഒരാളായ ശ്രീ സജികുമാർ ചില കാര്യങ്ങൾ പറഞ്ഞു. അവാസ്തവമായ കാര്യങ്ങൾ അതിലുണ്ട്. സ്ഥാനാർത്ഥി എന്ന നിലയിൽ ഇടതുപക്ഷം നിലവിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാമ്പയിന്റെ ഭാഗമായിട്ടാണ്. സ്വാഭാവികമാണ്, സ്ഥാനാർത്ഥികൾ മത്സരിക്കുമ്പോൾ ഇങ്ങനെയെല്ലാം പറയാറുണ്ട്. ഞാന് ഇപ്പോൾ ചില കാര്യങ്ങൾ പറഞ്ഞു, ആ കാര്യങ്ങളൊന്നും നടന്നില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. ഞാൻ 21-ൽ ജനങ്ങളോട് ഉറപ്പ് നൽകിയ കാര്യങ്ങൾ എന്തുകൊണ്ടാണ് എനിക്ക് ഉറപ്പ് നൽകേണ്ടി വന്നത്? 15 വർഷം തുടർച്ചയായി, അതിന് മുമ്പും MLA-മാരുണ്ടായിരുന്നു. 2006 മുതൽ തുടർച്ചയായി 15 വർഷം ഇടതുപക്ഷത്തിന്റെ MLA-മാരും മന്ത്രിമാരും ഒക്കെയാണ് അവിടെ ഉണ്ടായിരുന്നത്. അവർ പരിഹരിക്കാൻ
അവർക്ക് കഴിഞ്ഞിട്ടില്ലാത്ത അടിസ്ഥാന പ്രശ്നങ്ങൾ അതിനുവേണ്ടി പ്രവർത്തിക്കുമെന്ന് ഉറപ്പ് ഞാൻ കൊടുക്കേണ്ടി വന്നത് ആ അടിസ്ഥാന പ്രശ്നങ്ങൾ പരിഹരിക്കാതെ അവിടെ ഉണ്ടായിരുന്നതുകൊണ്ടാണ്. ഇപ്പൊ മേൽപ്പാലം 15 വർഷം തുടർച്ചയായി അധികാരത്തിൽ ഇരുന്നിട്ടും കുണ്ടറയിലെ ഗതാഗത കുരുക്കിനെ സംബന്ധിച്ച് എല്ലാവർക്കും അറിവുള്ളതായിട്ടും ആ മേൽപ്പാലം നിർമ്മിക്കാൻ തുടർച്ചയായി 15 വർഷം അതിൽ 10 വർഷം ഭരണകക്ഷി MLA-മാരായി മന്ത്രിമാരായി ഇരുന്നിട്ട് പോലും അവർക്കത് കഴിയാതെ വന്നതുകൊണ്ടല്ലേ അതിനുവേണ്ടി പ്രവർത്തിക്കുമെന്ന് ഞാൻ ഉറപ്പ് കൊടുക്കേണ്ടി വന്നത്. ഞാൻ ഉറപ്പ് കൊടുത്തിട്ട് ഞാൻ എന്തെല്ലാം ചെയ്തു? MLA-ക്ക് ഓർഡർ ഇടാൻ കഴിയില്ല, പ്രവർത്തിക്കാനാണ് കഴിയില്ല. പക്ഷേ ഞാൻ ഓർഡറിന് വേണ്ടി പ്രവർത്തിച്ചു. എന്റെ നിയമസഭയിലെ ആദ്യത്തെ ഇടപെടൽ കുണ്ടറയിലെ ഗതാഗത കുരുക്കും മേൽപ്പാലങ്ങളുടെ ആവശ്യമായിരുന്നു. നിയമസഭാ രേഖ പരിശോധിച്ചാൽ മനസ്സിലാകും, ആർക്ക് മനസ്സിലാവും, വീഡിയോ ഉള്ളതാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ ശ്രീ മുഹമ്മദ് റിയാസിനോട് ശ്രദ്ധ ക്ഷണിച്ചു. അദ്ദേഹത്തിന്റെ മറുപടി ഉണ്ടായി. 2 ഏജൻസികൾ അക്കാര്യത്തിൽ ഉണ്ടെന്ന് പറഞ്ഞു. 6 മാസം കഴിഞ്ഞ് ഞാൻ രണ്ടാമത് ഒരു ഇടപെടൽ കൂടി നടത്തി. അദ്ദേഹത്തിന്റെ മറുപടി ഉണ്ടായി. പിന്നീട് എന്റെ കത്തിന്റെ അടിസ്ഥാനത്തിൽ PWD സെക്രട്ടറി ബിജു കെ IAS അതേ വിളിച്ചു ചേർത്ത ഉന്നതതല യോഗത്തിൽ പള്ളിമുക്ക് മേൽപ്പാലത്തിന്റെ നിർവഹണ ഏജൻസിയായി RBDCKയെ തീരുമാനിച്ചു. RBDCKയെ തീരുമാനിച്ചുകൊണ്ട് പുറത്തിറക്കിയ ഉത്തരവിന്റെ കോപ്പിയാണ്. ഈ ഉത്തരവെല്ലാം ഇറങ്ങുന്നത് ഞാൻ MLA ആയിരുന്ന കാലത്ത് തന്നെയാണ്, അല്ലാതെ ഇതിനു മുമ്പ് വന്നതാണെന്നൊന്നും പറയാൻ കഴിയില്ല. ഞാൻ MLA ആയിരുന്ന കാലത്താണ് ഇപ്പോ RBDCKയെ പള്ളിമുക്ക് മേൽപ്പാലത്തിന്റെ നിർവഹണ ഏജൻസിയായി തീരുമാനിച്ചുകൊണ്ട് PWD സെക്രട്ടറി കെ ബിജു IASന്റെ സ്ഥാനത്ത് ചേർന്ന യോഗത്തിൽ തീരുമാനമാകുന്നത്. അതിനുശേഷം അതിന്റെ GAD ജനറൽ അലൈൻമെന്റ് ആൻഡ് ഡ്രോയിങ് RBDCKയെ കൊണ്ട് രണ്ടാമത് അലൈൻമെന്റ് ഉണ്ടാക്കി. ആ GAD ശ്രീ NK പ്രേമേന്ദ്രന്റെ കൂടി പിന്തുണയോടുകൂടി സഹായത്തോടുകൂടി ആ GADക്ക് റെയിൽവേയുടെ അപ്രൂവൽ വാങ്ങി. നമ്പർ 2. അതിനുശേഷം അപ്രൂവ് ചെയ്ത GADയുടെ അടിസ്ഥാനത്തിലുള്ള പാല നിർമ്മാണത്തിന് സ്ഥലം ഏറ്റെടുപ്പിന് വേണ്ടി സർക്കാരിനെ കൊണ്ട് 43 കോടിയുടെ ഭരണാനുമതി ഈ നിർമ്മാണ ആവശ്യങ്ങൾക്ക് വേണ്ടി നേടിയെടുത്തു. അതിന്റെയും സർക്കാർ ഉത്തരവുണ്ട്. അത്രയും പറയുമ്പോൾ ഞാൻ മറുപടി പറയുന്നത് പോലെ അദ്ദേഹം ചോദിച്ച അദ്ദേഹത്തിന്റെ ആളുകൾ ഷൂട്ട് ചെയ്യുന്നുണ്ട്. മറുപടി പറ്റാതെ വിഷ്ണുനാഥൻ കൊണ്ട് നാളെ വേറെ വീഡിയോ ഇറങ്ങും. അതുകൊണ്ട് മൊത്തം മറുപടി പറയണം. ഞാൻ വന്നിട്ട് തന്നെ 6-7 മിനിറ്റ് ഉണ്ടായി. ഞാൻ ചുരുക്കി പറയും. ഞാനതൊന്നും പത്തനംതിന്റെ കാര്യം പറയുന്നില്ല, പത്തെണ്ണത്തിനും പറയാം. പക്ഷെ പ്രധാനപ്പെട്ട മേൽപ്പാലം ഒരു ചർച്ചയാണ്. അവിടുത്തെ ഒരു പ്രധാന ജനകീയ ആവശ്യമാണ്. 43 കോടിയുടെ ഭരണാനുമതി നേടിയെടുത്തു. അതിനുശേഷം ആ 43 കോടിയുടെ ഭരണാനുമതിയുടെ അടിസ്ഥാനത്തിൽ സ്ഥലം ഏറ്റെടുക്കണം. സ്ഥലം ഏറ്റെടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഒരു റവന്യൂ ഉത്തരവ് വേണം. ആ ഉത്തരവ് ഇറക്കി. സ്ഥലം ഏറ്റെടുക്കാനും 6-1 നോട്ടിഫിക്കേഷൻ വേണം. 6-1 നോട്ടിഫിക്കേഷൻ പുറത്തിറക്കി. സ്ഥലം ഏറ്റെടുക്കാൻ ഒരു സ്പെഷ്യൽ ഓഫീസറെ നിയമിക്കണം, ഒരു തഹസീൽദാരെ. എല്ലാം ഉള്ളതെല്ലാം അതിന്റെ ഉത്തരവുകളാണ്. ആ തഹസീൽദാരെ നിയമിച്ചുകൊണ്ടുള്ള ഉത്തരവിറക്കി. അതിന്റെ അടിസ്ഥാനത്തിൽ ഏറ്റെടുക്കുന്ന സ്ഥലം, ഭൂമി, കെട്ടിടം, കടമുറികൾ ഒക്കെ തരംതിരിച്ച് അതിനടയാള കല്ലുകൾ സ്ഥാപിക്കണം. ആ അതിനടയാള കല്ലുകൾ പിന്നെ സ്ഥാപിച്ചു. ആർക്ക് പോയാലും മനസ്സിലാകും. ഇപ്പൊ പള്ളിമുക്ക് മേൽപ്പാലം എന്ന് പറഞ്ഞാൽ 6-1 നോട്ടിഫിക്കേഷൻ കഴിഞ്ഞു, അതിനടയാള കല്ലുകൾ കഴിഞ്ഞു. ലാൻഡ് അക്വിസിഷൻ ഇലക്ഷൻ ആണെങ്കിലും അതിന്റെ പ്രോസസ് നടക്കുകയാണ്. ലാൻഡ് അക്വിസിഷൻ പൂർത്തിയായി കഴിയുമ്പോൾ പാലത്തിന്റെ നിർമ്മാണം ആരംഭിക്കുകയാണ്. 1.5 കൊല്ലം കൊണ്ട് പൂർത്തിയാകുന്ന രൂപത്തിൽ RBDCക്ക് ആ പാലം നിർമ്മിക്കുകയാണ് റെയിൽവേയുമായി ചേർന്ന്. അപ്പോൾ 15 വർഷം തുടർച്ചയായി ജനപ്രതിനിധികൾ ഉണ്ടായിട്ടും പരിഹരിക്കാൻ കഴിയാതിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട അടിസ്ഥാന പ്രശ്നം ഞാൻ പരിഹരിച്ചു. എനിക്കൊരു വിഷമമാണ്, ഞാൻ ഇതുവരെ ഒരു വീഡിയോയിലൊന്നും പറഞ്ഞിട്ടില്ല. അത് ഈ അസത്യ പ്രചരണങ്ങളുടെ ഒരു ഉദാഹരണം പറയാം. ഞാൻ ഈ അതിനടയാള കല്ല് സ്ഥാപിക്കാൻ RBDCക്കാർ വന്നപ്പോൾ ഞാനും MP-യും കൂടെ ആ സ്ഥലത്തേക്ക് പോയി. ഈ തുടങ്ങാൻ ഉദ്യോഗസ്ഥന്മാരെ ക്ഷണിച്ചിട്ട് വീട് നഷ്ടപ്പെടുന്ന ഒരു വീട്ടമ്മ ഞങ്ങളോട് വളരെ പ്രകോപനപരമായി സംസാരിച്ചതിന്റെ ആ ഓഡിയോ കട്ട് ചെയ്തെടുത്തിട്ട് നമ്മുടെ സ്നേഹിതന്മാര് വിഷ്ണുനാഥനെയും രമേന്ദ്രനെയും നാട്ടുകാർ ഓടിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ആ വീഡിയോ പ്രചരിപ്പിച്ചു. ആ വീഡിയോ തുടങ്ങുന്ന വാചകം കേട്ടാൽ മതി. മേഴ്സിക്കുട്ടി അമ്മ ബാലമണിയാൻ വന്നപ്പോൾ ഞങ്ങൾ ഓടിച്ചു വിട്ടതാണ്. ഞങ്ങൾ ജയിപ്പിച്ച MP-യും MLA-യും വന്നിരിക്കുകയാണ് ഞങ്ങളുടെ വീട് എടുക്കാൻ വേണ്ടി. സ്വാഭാവികമാണ്, അവരുടെ വീട് നഷ്ടപ്പെടുമ്പോഴുള്ള വേദന അവർ പറഞ്ഞാണ്. പക്ഷെ ആ അതിനടയാള കല്ലുകൾ അവിടെ എല്ലാം സ്ഥാപിച്ചു. ഒരു തടസ്സവും ഇല്ലാതെ പിന്നീട് അതെല്ലാം സ്ഥാപിക്കാൻ കഴിഞ്ഞു. ആ നടപടിയിലേക്ക് കിടക്കണം. അപ്പൊ
ഒരുപാട് കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ആളുകളുടെ അത് നടപ്പില്ല. രണ്ടാമത് ഞാൻ ശ്രീ കെ എൻ ബാലഗോപാലിനെ ഞങ്ങൾക്ക് വിശ്വാസമില്ലേ? ബാലഗോപാലിന് ഞാൻ MLA ആയപ്പോൾ ആദ്യം തന്നെ പ്രപ്പോസൽ കൊടുത്തു. ആ പ്രപ്പോസലിന്റെ അടിസ്ഥാനത്തിൽ കുണ്ടറയിലെ KSRTC ഡിപ്പോയ്ക്ക് 5 കോടി അനുവദിച്ചു. ആ അനുവദിച്ചിട്ട് MP രാജേഷിന്റെ മറുപടിയുണ്ട്. കുണ്ടറ പഞ്ചായത്തിനും എളമ്പള്ളൂർ പഞ്ചായത്തിനും സ്ഥലം ഏറ്റെടുക്കാൻ ആവശ്യമായ നടപടി സ്വീകരിക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്ന് പറഞ്ഞ MP രാജേഷ് നിയമസഭയിൽ നൽകിയ മറുപടിയാണ്. ഇപ്പൊ മുക്കടയിൽ ചിന്നു ശിവളയുടെ ബാക്കിൽ സ്വകാര്യ വ്യക്തിയുടെ ഭൂമി KSRTCക്കാർ വന്ന് കണ്ട് അനുയോജ്യമായ സ്ഥലമാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ആ സ്ഥലവും KSRTCയുടെ ഭാഗമായിട്ട് ഭൂമി ഏറ്റെടുക്കൽ ഉണ്ടാകണം. ഭൂമി ഏറ്റെടുക്കൽ ലാൻഡ് അക്വിസിഷൻ നടപടിയിലേക്ക് കടക്കണം. അത് കടക്കുമ്പോൾ KSRTCയുടെ കാര്യമാകും. ഞാൻ കണ്ണൂർ ടൗൺ വികസനം ഇദ്ദേഹം പറഞ്ഞു മേഴ്സിക്കുട്ടിയമ്മ കൊണ്ടുവന്ന പദ്ധതികളെല്ലാം ഞാൻ വന്നപ്പോൾ ഇല്ലാതായത്. ഞാൻ മറുപടി പറയാൻ കഴിയുമോ? ഏത് പദ്ധതിയാണ് ഇല്ലാതായത്? കണ്ണൂർ ടൗൺ വികസനം വ്യാപാരികൾ ആദ്യം എതിർപ്പായിരുന്നു. ഞാൻ MLA വന്നു, അവരെ ചേർത്ത് നിർത്തി. അവര് പറഞ്ഞത് കേട്ടു. ഒരുപാട് ചർച്ചകൾ. കിഫ്ബിയിൽ ഞങ്ങള് കിഫ്ബി എന്ന് പറയുന്നതിന്റെ കിഫ്ബിയിൽ ഓഡിറ്റ് വേണം, കിഫ്ബിയുടെ കാര്യങ്ങളെ സംബന്ധിച്ച് വേണം. അല്ലാതെ കിഫ്ബി ഫണ്ട് എന്ന് പറയുന്നത് ആരുടെ നമുക്ക് വീട്ടിൽ നിന്ന് കൊണ്ടുവരുന്നതല്ലോ. നമ്മൾ കൊടുക്കുന്ന മോട്ടോർ നികുതിയും മറ്റ് സെസ്സും ഞാനും നിങ്ങളും എല്ലാം കൊടുക്കുന്ന കുണ്ടറക്കാർ കൊടുക്കുന്ന ടാക്സിന്റെ ഒരു വിഹിതമാണ്. നമ്മൾ കേന്ദ്ര ഗവൺമെന്റിന്റെ വിഹിതം സംസ്ഥാനത്തിലേക്ക് കുറയുന്നു എന്ന് പറയുന്ന പോലെയാണ് കുണ്ടറക്കാർ സർക്കാരിന് കൊടുക്കുന്ന ടാക്സിന്റെ ഒരു വിഹിതം ചോദിക്കുന്നുള്ളൂ. ആ വിഹിതം തന്നിട്ട് ഞങ്ങൾ തന്നു എന്ന് പറയുന്ന കാര്യമൊന്നുമില്ല. അല്ല, ഞാൻ പറയുന്നത് ഇപ്പൊ ഞങ്ങൾ കൊടുക്കുന്ന നികുതിയാണ് കിഫ്ബി ഫണ്ട് ആണെങ്കിലും ജനങ്ങൾ കൊടുക്കുന്ന നികുതിയാണ് സർക്കാരിന്റെ പ്ലാൻ ഫണ്ട് ആണെങ്കിലും കണ്ണനല്ലൂർ ടൗൺ വികസനം ഒരു അര മിനിറ്റ് കൊണ്ട് പറയാം. അത് പിന്നീട് അതിനുശേഷം അവിടെ ഒരു മിനിറ്റ് തീർത്തിട്ട് അവിടെ സ്ഥലം ഏറ്റെടുത്തു. 32 കോടി രൂപ ഭൂമി ഏറ്റെടുക്കാൻ കൊടുത്തു. അതിനുശേഷം 16 കോടിയും കൂടെ വേണമായിരുന്നു. സംഖ്യ അങ്ങോട്ടും പറയുക 16 കോടി രൂപ വേണമായിരുന്നു പുതിയ DPR അനുസരിച്ച് നിർമ്മാണം തുടങ്ങാൻ. ഇതിനെല്ലാം ഞാൻ കൊടുത്ത കത്തും MLA-യുടെ കത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ തുകകൾ അനുവദിച്ചു എന്ന് പറഞ്ഞിട്ട് ഡിപ്പാർട്ട്മെന്റ് ഉദ്യോഗസ്ഥന്മാർ നൽകി. MLA ഒരു പ്രദേശത്തിന്റെ MLA ആയാൽ പിന്നെ കോൺഗ്രസിന്റെ MLA-യോ CPM-ന്റെ MLA-യോ BJP-യുടെ MLA ഒന്നുമല്ല. ഞാൻ MLA ആയിരുന്നുകൊണ്ട് ഈ കാര്യങ്ങളെല്ലാം ഞാൻ ഇടപെടുകയും സർക്കാർ അതിന് എനിക്ക് മറുപടി നൽകുകയും അതിന്റെ അടിസ്ഥാനത്തിൽ നടപടികൾ ഉണ്ടാവുകയും ചെയ്തു. അപ്പൊ ഞാൻ ഇതെല്ലാം ചെയ്യുമ്പോൾ പറയുന്നത് സർക്കാർ ഫണ്ടല്ലേ. എനിക്കിപ്പോ MK സ്റ്റാലിന്റെ ഫണ്ട് വാങ്ങാൻ പറ്റില്ലല്ലോ. പിണറായി വിജയന് ആ ഗവൺമെന്റിന് നമ്മൾ കൊടുക്കുന്ന നികുതി പണമാണ് നമുക്ക് തിരിച്ചു തരുന്നത്. അങ്ങനെ ഓരോ കാര്യത്തിലും തന്നിട്ടുണ്ട്. മാതൃകയായ നിരവധി പദ്ധതികൾ, കണക്ട് കൊണ്ടുവരാൻ പോലെയുള്ള വിദ്യാഭ്യാസ പദ്ധതികൾ, വില്ലേജ് ഓഫീസുകളെല്ലാം സ്മാർട്ടാക്കിയ പദ്ധതികൾ ഒക്കെ നടപ്പിലാക്കാൻ നിങ്ങൾ ഇടപെടുന്നതുകൊണ്ട് ഞാൻ ചുരുക്കുകയാണ്. അപ്പോ ഈ പറഞ്ഞ വാസ്തവവിരുദ്ധമായ കാര്യമാണ്. കഴിഞ്ഞ ശ്രീമതി J. മേഴ്സിക്കുട്ടിയമ്മ MLA ആയി വന്നപ്പോൾ കൊണ്ടുവന്ന ഫണ്ടുകൾ ആശുപത്രിയുടെ ആകട്ടെ, കണ്ണനല്ലൂർ ടൗൺ വികസനമാകട്ടെ, കുഫോസിന്റെ കാര്യത്തിൽ യൂണിവേഴ്സിറ്റിയാണ് പറഞ്ഞത് അവർക്ക് ഏറ്റെടുക്കാൻ നിർവാഹമില്ല എന്ന് പറഞ്ഞത്. ബാക്കി ഈ താഹാമൊക്കെ റോഡിന്റെ കാര്യം പറഞ്ഞു. സജി ഒരുപാട് കാര്യം പറഞ്ഞായിരുന്നു. നിങ്ങളുടെ സമയം ശ്രദ്ധിക്കാനുണ്ടാവും. അതിനടക്കം ഞാൻ അങ്ങേക്ക് ഒരു മറുപടി പറയുകയാണ്. 50 കോടി രൂപ BM-ഉം BC-യും ചെയ്യാൻ ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തന്നെ അനുവദിപ്പിക്കുകയും കൂടി MLA എന്ന നിലയിൽ ഞാൻ ചെയ്തിട്ടുണ്ടെന്നുള്ള കാര്യം സന്തോഷപൂർവ്വം പറയാനൊരു അവസരം ഉണ്ടാക്കിയത് പ്രശ്നത്തിന് നന്ദി. നമ്മുടെ ഇന്ത്യയുടെ സ്ഥാനാർത്ഥിയാണ് ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ. അദ്ദേഹം നമ്മളോട് സംസാരിക്കും. എല്ലാവർക്കും നമസ്കാരം. സോ ആദ്യമേ ഈ ഒരു പ്രസ് മീറ്റിനെ എന്നെ ഇൻവൈറ്റ് ചെയ്തതിൽ ഒരുപാട് നന്ദി. നിങ്ങളെല്ലാം കാണാൻ സാധിച്ചതിൽ ഒരുപാട് നന്ദി. ഫസ്റ്റ് പ്രസ് മീറ്റ് ആണ് കേട്ടോ. അപ്പം ഞാൻ നമ്മുടെ കുണ്ടറ നിയോജക മണ്ഡലത്തിലെ NDA സ്ഥാനാർത്ഥിയാണ് ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ. സോ എന്നെ സെൻട്രൽ ഗവൺമെന്റ് ആണ് പെട്ടെന്ന് ഇതേപോലെ പ്രഖ്യാപിക്കുന്ന കുണ്ടറയില് NDA സ്ഥാനാർത്ഥിയല്ല. അതുവരെ ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല കുണ്ടറയിൽ ഞാൻ വരുമെന്നുള്ളത്. എനിക്ക് കുണ്ടറയായിട്ടുള്ള ഒരു ബന്ധം എന്ന് പറയുന്നത് ഇതിലെ പാസ് ചെയ്ത് പോകുമ്പോൾ കാണുന്ന ബോർഡിൽ കാണുന്ന ഒരു പ്ലേസ് മാത്രമായിരുന്നു. എനിക്ക് ഇവിടെ ഇതിനെപ്പറ്റി ഒന്നും അറിയത്തിണ്ടായിരുന്നില്ല. അപ്പൊ ഇത് അറിഞ്ഞതിന് ശേഷം ChatGPT-യിൽ കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി കുറച്ച് ഇതിനെപ്പറ്റി കുണ്ടറയെപ്പറ്റി അറിയണമല്ലോ. കാരണം പുതിയതായിട്ട് വരുന്ന ഒരാളാണ്. അതിനോട് വന്നു. കാരണം ഒരു സ്ട്രേഞ്ചർ ആയിട്ട് വരുന്നു. അറിയാത്ത ഒരുപാട് പേരെ കാണുന്നു. അപ്പൊ ഈ നാളെ എന്നെ സ്വീകരിക്കോ ഇല്ലെന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ. അപ്പൊ വന്നു. നമ്മുടെ BJP-യുടെ പ്രവർത്തകരെല്ലാം എന്നെ നല്ല രീതിയിൽ അവരുടെ വീട്ടിലെ ഒരു അംഗത്തെ പോലെ എന്നെ കണക്കാക്കി. അവരാണ് എന്റെ സ്ട്രെങ്ത് മനസ്സിലായത്. അതിനുശേഷം ഇവിടെ 7 പഞ്ചായത്തുണ്ട്. മാക്സിമം രാവിലെ 6:30 മണി തൊട്ട്
എല്ലാ പഞ്ചായത്തുകളിലും എല്ലാ ബൂത്തുകളിലും എല്ലാ വാർഡുകളിലും മാക്സിമം കവർ ചെയ്യാൻ വേണ്ടി എല്ലാവരും ചെന്ന് പരിചയമുണ്ടല്ലോ. കാരണം ഞാൻ ഈ നാട്ടുകാരനല്ല, അപ്പൊ എന്റെ ഫേസ് ഫെമിലിയർ അല്ല. ഞാൻ ഇവിടെ ഒരു സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കുമ്പോൾ ഉറപ്പായിട്ട് എന്നെ അറിയണം ഇങ്ങനെ ഒരാളുണ്ടെന്നും ഇതാണ് എന്റെ ചിഹ്നം എന്നുള്ളത്. സോ അത് കാരണം മാക്സിമം എല്ലാ സ്ഥലത്തും പോകുന്നുണ്ടായിരുന്നു. അപ്പം പോകുന്ന സമയത്ത് മിക്കുള്ളവർക്കും എന്റെ അടുത്ത് പറഞ്ഞൊരു കാര്യം എന്ന് വെച്ചാൽ ഇപ്പൊ വോട്ട് കുഴിച്ചു വരും, ഇനിയിപ്പോ കാണുന്നത് 5 വർഷം കഴിഞ്ഞിട്ടായിരിക്കും. അപ്പൊ ഇത് ഒരുപാട് പേര് ദേഷ്യപ്പെട്ട് എനിക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ വിചാരിച്ചത് എന്താ എന്റെ അടുത്ത് ഇങ്ങനെ പറയുന്നത്. കാരണം ഇതിന്റെ പ്രീവിയസിലുള്ള അനുഭവം ഇതാണ്. കാരണം ഇതിന് മുന്നേ ഒരു MLA വന്നതിന് ശേഷം MLA ആയതിനു ശേഷം പുള്ളിക്ക് ആ വഴിക്ക് പോയിട്ടില്ല എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കിയത്. സോ അപ്പം അത് കേട്ടപ്പോൾ ഒരു വിഷമം തോന്നി. കാരണം പുള്ളിക്കാരൻ ഇപ്പോഴത്തെ MLA ആണ്. ഞാനിപ്പം ഞാൻ അതിലേക്ക് പാസ് ചെയ്ത് പോകുന്ന സമയത്ത് പല പല സ്ഥലത്ത് വോട്ട് വെച്ച് പോകുന്നതായിട്ട് ഞാൻ കണ്ടു. ഞാനൊരു MLA ആണെന്നുണ്ടെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും 5 വർഷം കഴിഞ്ഞിട്ട് വോട്ട് ചോദിച്ച് പോകാനായിട്ട് ഞാൻ നിൽക്കത്തില്ല. കാരണം ഞാൻ ഈ മണ്ഡലത്തിൽ മാക്സിമം കാര്യങ്ങൾ ഡെവലപ്മെന്റും എല്ലാ രീതിയിലും എല്ലാ ജനങ്ങൾക്ക് ഉപയോഗപ്പെടുന്ന എല്ലാ കാര്യങ്ങളും ചെയ്തതിനു ശേഷം അവര് എന്നെ ചൂസ് ചെയ്യും. ഞാൻ ഡിസർവിംഗ് ആണെന്നുണ്ടെങ്കിൽ അവരെന്നെ ചൂസ് ചെയ്യും. പിന്നെ എല്ലാവരും നമ്മൾ വോട്ട് ചെയ്ത് ജയിപ്പിക്കത്തില്ല. മെജോറിറ്റി ആൾക്കാരും എന്ത് ചെയ്യും, അത് നമ്മൾ നല്ലതാണ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നമ്മൾ ജയിപ്പിക്കും. മനസ്സിലായില്ലേ? പിന്നെ പുള്ളിക്കാരൻ ചെയ്ത കുറെ കാര്യങ്ങൾ നല്ല കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നു. അടിസ്ഥാനപരമായിട്ട് നമുക്ക് വേണ്ടുന്ന ഒരു കാര്യമാണ് വെള്ളം. ഞാൻ പോയിട്ട് 5 മണ്ഡലങ്ങളിലും പലരും ഉന്നയിച്ച കാര്യം എന്ന് വെച്ചാൽ കുടിവെള്ളം ഇല്ല എന്നുള്ളത്. അപ്പൊ ബേസിക് നെസസിറ്റി ആയിട്ടുള്ള വെള്ളം പോലും പലർക്കും ലഭിക്കുന്നില്ല എന്ന് പറയുന്നത് ഇപ്പോഴത്തെ നമ്മുടെ MLA വീഴ്ച തന്നെയാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. പ്ലീസ് ഓക്കെ. അതേപോലെ അതിനു വേണ്ടി സമരം ചെയ്ത് നമ്മുടെ സജിച്ചേട്ടൻ, പക്ഷെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുമ്പോൾ സമരം ചെയ്ത് നേടിയെടുക്കുന്ന ആൾക്കാരാണ്. ഇപ്പൊ പേരിന് വേണ്ടി ഒരു സമരം ചെയ്തിട്ട് അത് നേടിയെടുത്തിട്ടില്ല. ഓക്കെ. അപ്പൊ എന്ത് കാര്യമുണ്ടെങ്കിൽ ഈ ഓപ്പോസിഷൻ പറഞ്ഞ പല കാര്യങ്ങളും സമരം ചെയ്ത് അല്ലെങ്കിൽ ഇപ്പൊ ഓപ്പോസിഷൻ നിൽക്കുമ്പോൾ എന്ത് ചെയ്യാൻ പറ്റും, അതിനു വേണ്ടി ട്രൈ ചെയ്ത് അത് നേടിയെടുക്കാൻ പറ്റും അല്ലെ MLA കൊണ്ട്. പക്ഷെ അത് പുള്ളിക്കാരൻ ചെയ്തിട്ടില്ല. ഒരു കാര്യം പോലും ഈ പറഞ്ഞ ഉന്നയിച്ചിട്ടുള്ള പല കാര്യങ്ങളും പുള്ളിക്കാരൻ ചെയ്തിട്ടില്ല. അപ്പൊ പുള്ളിക്കാരുടെ ഭാഗത്തു നിന്നുള്ള ഒരു വീഴ്ച തന്നെയാണത്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഇവിടെ ഇപ്പൊ ഈ പറഞ്ഞ വലിയ ഡെവലപ്മെന്റോ കാര്യങ്ങളോ ഒന്നും ഞാൻ കണ്ടിട്ടില്ല. ഓക്കെ. ഇപ്പം പുറമേ നിന്ന് നോക്കുന്ന കുറച്ച് റോഡുകളും കാര്യങ്ങളൊക്കെ ഓക്കെയാണ്. പക്ഷെ ഉള്ളിലോട്ട് പോകുമ്പോഴത്തേക്ക് റോഡുകളൊന്നും ഇല്ല. ഫുള്ള് കുഴിയും കുണ്ടും കുഴിയും കാര്യങ്ങളൊക്കെ. അവരൊക്കെ പറയുന്നുണ്ട് മോനെ റോഡൊന്നും ശരിയാക്കണം, നമുക്ക് നല്ല രീതിയിലൊന്ന് യാത്ര ചെയ്യണമെന്ന് പറയുന്നുണ്ട്. ഓക്കെ. സോ കുണ്ട്ര ഇപ്പോഴും പഴയ രീതിയിൽ തന്നെയാണ് നിൽക്കുന്നത്. വലിയ രീതിയിൽ ഡെവലപ്മെന്റോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവാൻ പോകുന്നില്ല. ഇനി തിരിച്ച് നമ്മൾ വിഷ്ണു ചേട്ടനാണ് ഇതേപോലെ MLA ആവാൻ പോണെന്നുണ്ടെങ്കിൽ അടുത്ത 5 വർഷം കഴിയുമ്പോൾ ഇതേപോലെയൊക്കെ തന്നെയായിരിക്കും കുണ്ട്ര ഉണ്ടാവാൻ പോകുന്നത്. പിന്നെ സജി സാറാണെങ്കിൽ എന്തായാലും 6 തൊട്ട് 1 വർഷം വരെ എന്തായാലും മാക്സിമം വർക്ക് ചെയ്യും. പിന്നെ 4 വർഷം പോകാം. വേറെ ഒന്നും ചെയ്യാൻ പോണില്ല. അത് ചെയ്തില്ല ഉറപ്പാണ്. അല്ല, ലോജിക്കലി നമ്മൾ പറയുന്നത് ഞാനൊരു പൊളിറ്റീഷ്യൻ അല്ല, പക്ഷെ ലോജിക്കലി ചിന്തിക്കുന്ന ഒരു ഡോക്ടറും ഒരു ഇന്റലക്ച്വൽ ആയിട്ടുള്ള ഒരാളെന്നുള്ള രീതിയിൽ നമുക്ക് കോമൺ സെൻസ് വെച്ച് ചിന്തിക്കാൻ പറ്റും. ഇവരൊക്കെ ഈ പറഞ്ഞ വാഗ്ദാനങ്ങൾ മാത്രമേ ചെയ്യത്തുള്ളൂ. ഒരിക്കലും ഇതൊന്നും പ്രവൃത്തിയിൽ കാണിക്കാൻ പോകുന്നില്ല. ഓക്കെ. സോ അപ്പം സെൻട്രൽ ഗവൺമെന്റ് എന്നെ ഇത് നിയമിച്ചിട്ടുണ്ടെങ്കിൽ അതിനൊരു റീസൺ ഉണ്ടായിരിക്കും. കാരണം അടുത്ത 5 വർഷം കഴിഞ്ഞതിന് ശേഷം 140 മണ്ഡലങ്ങളിൽ മാതൃകയാവാൻ പോണ ഒരു മണ്ഡലമായിരിക്കും കുണ്ട്ര മണ്ഡലം. പിന്നെ ആദ്യമേ തന്നെ ഞാൻ പറയാൻ പോവുകയാണ്, ഇവിടുത്തെ ജനങ്ങൾ നിങ്ങളെ കൊണ്ട് പൊട്ടിപ്പൊട്ടിയിരിക്കണം, മതിയായിരിക്കണം. അപ്പൊ അവർക്ക് ഒരു മാറ്റം വേണമെന്ന് അവർ പറയുന്നുണ്ട്. അപ്പൊ ഉറപ്പായിട്ടും ഈ ഒരു ഇലക്ഷനിൽ ഞാൻ ജയിക്കാൻ തന്നെയാണ് പോകുന്നത്. കാരണം കഴിഞ്ഞ നിയമസഭ ഇലക്ഷനിൽ 6000 വോട്ട് സംതിങ് കിട്ടിയിട്ടുള്ളൂ. പക്ഷെ ഇപ്പൊ ബേസ് വോട്ട് 30,000 കിട്ടിയിട്ടുണ്ട്. പിന്നെ എല്ലാവരും ഞാൻ ചെല്ലുന്ന സ്ഥലങ്ങളിലൊക്കെ നമ്മൾ സ്വീകരിക്കുന്നുണ്ട്. പിന്നെ എന്റെ പോസ്റ്റൊക്കെ ആരൊക്കെ വലിച്ചെറിയുന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ അത് തന്നെ പേടി എന്നുള്ളൊരു സംഭവം തന്നെയാണ്. പിന്നെ ഒരിക്കലും NDA എന്ന് പറഞ്ഞൊരു കാര്യമേ കുണ്ട്ര മണ്ഡലത്തിൽ ആരും ചിന്തിക്കാത്ത ഒരു സാഹചര്യത്തില് ഇവർ രണ്ടുപേരും മാത്രമേ UDF മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവിടെ ഇപ്പൊ നമ്മുടെ NDA കൂടെ വന്നിട്ടുണ്ട്. അപ്പൊ ഇതൊരു ത്രികോണ മത്സരമാക്കി മാറ്റാൻ വേണ്ടി നിങ്ങളുടെ അതിയായ സപ്പോർട്ട് വേണമെന്ന് ആഗ്രഹിക്കുന്നു. പിന്നെ ഓൾ ദി വെരി ബെസ്റ്റ്. എന്തായാലും കലാശക്കൊട്ടൊക്കെ കഴിഞ്ഞതിന് ശേഷം മെയ് 4-ാം തീയതി റിസൾട്ട് വരുമ്പോൾ ഉറപ്പായിട്ടും NDA സ്ഥാനാർത്ഥിയായിട്ടുള്ള ഡോക്ടർ അഭിലാഷ് തന്നെയായിരിക്കും ജയിക്കാൻ പോകുന്നത്. പിന്നെ പലർക്കും ഇതുണ്ട്, BJP കയറി കഴിഞ്ഞാൽ ഒന്നും ചെയ്തിട്ടുണ്ട്. സെൻട്രൽ ഗവൺമെന്റ് വേണ്ടി എനിക്ക് ഡയറക്റ്റ് ആയിട്ട് കോൺടാക്ട് ചെയ്യാൻ പറ്റും. രാജ്യസഭയ്ക്ക് എന്ത് കാര്യം വേണമെങ്കിലും എനിക്ക് അത് ഇംപ്ലിമെന്റ് ചെയ്ത് ചെയ്യാൻ പറ്റും. അത് മാത്രമല്ല ഞാൻ കൊടുത്തിട്ടുള്ള ഒരു വാക്ക് എന്ന് പറയുന്നത്, ഇൻ കേസ് NDA ജയിച്ചു കഴിഞ്ഞാൽ ജയിച്ച ദിവസത്തിന് 90 ദിവസത്തിനകത്ത് നമ്മുടെ പ്രൈം മിനിസ്റ്റർ ആയിട്ടുള്ള ശ്രീ നരേന്ദ്രമോദിജിനെ ഞാൻ അവിടെ കൊണ്ടുവരുന്നത് എന്തിനാന്ന് വെച്ചാൽ ഇവിടുത്തെ അവസ്ഥ ഡയറക്റ്റായിട്ട് കാണിച്ചു കൊടുക്കാനും ജനങ്ങളുമായിട്ടുള്ള ഇന്ററാക്ഷൻ പുള്ളിക്കാരൻ ജനങ്ങളുടെ നേതാവ് ജനങ്ങളുമായിട്ട് ഇന്ററാക്ട് ചെയ്ത് ഇവിടെ എന്തൊക്കെ പ്രശ്നമാണെന്ന് മനസ്സിലാക്കി അത് പരിഹരിക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി അല്ലെങ്കിൽ അതിനുവേണ്ടി ഒരു പ്രോപ്പർ പ്ലാൻ, ആ പ്ലാൻ ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടി ഇവിടെ ഞാൻ ഉണ്ടാക്കി. ഞാനൊരു സെലിബ്രിറ്റി ആയിട്ട് മാത്രമല്ല ഇവിടെ വന്നിരിക്കുന്നത്. പലരും ഒരു ഡൗട്ടാണ് ഈ ഇലക്ഷൻ കഴിഞ്ഞ് പോകുന്നുള്ളത്. ഞാൻ ഇവിടെ റീലൊക്കേറ്റ് ചെയ്ത് ഇവിടെ റെന്റിന് ഒരു ഹൗസ് എടുത്ത് ഇവിടെ തന്നെ നിൽക്കാൻ വേണ്ടി പോവുകയാണ്. കാരണം ഇനി അടുത്ത ഒരു കുറച്ച് വർഷങ്ങളായി ഇവിടെ തന്നെ ഉണ്ടാവും. പിന്നെ അത് ചേർന്ന് ചോദിച്ചാൽ ഇതിവിടെ വരുന്ന ആൾക്കാരെല്ലാവരും ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പോകും. വിവേക് ഗോപൻ അങ്ങനെ കുറച്ച് ആൾക്കാരുടെ പേരൊക്കെ പറയും. പക്ഷെ എന്തായാലും ഞാനങ്ങനെ പോകാനായിട്ടുള്ള ഒരു പ്ലാനില്ല. സോ നമ്മുടെ കുണ്ട്ര മണ്ഡലത്തിന്റെ സെക്ടർ ആണെങ്കിലും പിന്നെ ഇൻഡസ്ട്രിയൽ സെക്ടർ ആണെങ്കിലും
ഇൻഫ്രാസ്ട്രക്ചർ ആണെങ്കിലും എഡ്യൂക്കേഷൻ ആണെങ്കിലും എല്ലാം. പിന്നെ എനിക്കൊരു തലവേദന വന്നിട്ട് രാത്രി 2 മണിക്ക് മരുന്ന് മേടിക്കണമെന്ന് വിചാരിച്ചപ്പോൾ 24 hours ഒരു മെഡിക്കൽ സ്റ്റോർ പോലും ഞാൻ കണ്ടില്ല. ബേസിക് ആയിട്ടുള്ള ഒരു കാര്യമാണ് മരുന്ന് മേടിക്കുന്നത്. നമ്മളെ ഹെൽത്ത് ആണല്ലോ ഏറ്റവും വലിയ കാര്യം. അപ്പൊ അതുപോലും ഇവിടെ ഇല്ല. ഒരു 24/7 1-2 മെഡിക്കൽ സ്റ്റോർ അവിടെ ഇവിടെയൊക്കെ ഉണ്ടെങ്കിൽ ജനങ്ങൾക്ക് അത് യൂസ് ചെയ്യാവുന്ന ഒരു കാര്യമാണ്. സോ അപ്പം ഇവരെന്നെക്കാട്ടിയും പൊളിറ്റിക്സിൽ ഭയങ്കര എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരാണ്. ഞാൻ ജസ്റ്റ് ഒരു ബീഡറാണ്. പക്ഷെ ബീഡർ എന്നുള്ള രീതിയിൽ എന്റെ കോൺഫിഡൻസ് എന്ന് പറയുന്ന എന്റെ ഗവൺമെന്റ് തന്നെ, എന്റെ പാർട്ടി തന്നെയാണ് ശ്രീ നരേന്ദ്രമോദി സർ. സോ ഒബ്വിയസ്ലി കുണ്ട്രയിൽ ഒരു മാറ്റം കൊണ്ടുവന്നിരിക്കും. കുണ്ട്ര ഒരു മാതൃകയായിരിക്കും. അതേപോലെ ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു. കുണ്ട്ര എന്ന് പറയുന്ന മണ്ഡലം LDF-നെയും UDF-നെയും ഒരേപോലെ 5 തവണ വീതം മനസ്സിൽ സ്വീകരിച്ച മണ്ഡലമാണ്. അപ്പോൾ അവിടുത്തെ ഈ വരുന്നത് ആര് എന്നുള്ള ചോദ്യം വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ 3 പേരും അവരുടേതായ രാഷ്ട്രീയ കാഴ്ചപ്പാടുകളും മണ്ഡലത്തിലുണ്ടായ വികസനങ്ങളും പോരായ്മകളും ഒക്കെ വളരെ വിശദമായിട്ട് സംസാരിച്ചു കഴിഞ്ഞു. ഇതിനുള്ള കൂടെ മാധ്യമപ്രവർത്തകരാണ്. ഓരോരുത്തർക്കും ഓരോ സ്ഥാനാർത്ഥികളോടും നിങ്ങളുടെ ചോദ്യങ്ങൾ വളരെ ചുരുക്കി ചോദിക്കാവുന്നതാണ്. ആവർത്തന ദിവസം ഒഴിവാക്കുക എന്നുള്ളത് ശ്രദ്ധിക്കുക. ഈ കാര്യമായ പ്രസക്തമായ ചോദ്യങ്ങൾ ഓരോരുത്തരോടും നിങ്ങൾക്ക് ചോദിക്കാം. ഈ 2026 തെരഞ്ഞെടുപ്പ് കോവിഡിന് ശേഷമുള്ള തെരഞ്ഞെടുപ്പാണ്. അപ്പോൾ കോവിഡിന്റെ വലിയൊരു സപ്പോർട്ട് LDF-ന് കിട്ടി. LDF അപ്രതീക്ഷിതമാണ് വലിയ ഭൂരിപക്ഷം നേടുകയും ചെയ്തു. അപ്പോഴും കൊല്ലം ജില്ലയിൽ LDF ഏറ്റവും കൂടുതൽ വിജയപ്രതീക്ഷ ഉണ്ടായിരുന്ന ഒരു മണ്ഡലമായിരുന്നു കുണ്ട്ര. ആ കുണ്ട്രയിലേക്ക് താരതമ്യേന പുതുമുഖമായിട്ടുള്ള ശ്രീ PC വിഷ്ണുനാഥ്. ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ്, അന്നത്തെ തെരഞ്ഞെടുപ്പിൽ PC വിഷ്ണുനാഥിനെ തെരഞ്ഞെടുത്തത് അദ്ദേഹത്തിന്റെ വ്യക്തിപ്രഭാവമായിരുന്നു, അതോ രാഷ്ട്രീയ സ്വാധീനമായിരുന്നു? ഈ തവണയും അത് അങ്ങനെ സംഭവിക്കും എന്ന് കരുതുന്നു. ബഹുമാനപ്പെട്ട MLA-യോടാണ് ചോദ്യം. ഇതേ ചോദ്യം തന്നെ, അതായത് CPM-ന് നേരത്തെ ഇടതുമുന്നണിക്ക് കുണ്ട്രയിലുണ്ടായിരുന്ന 15 വർഷത്തെ അപ്രമാദിത്വം കഴിഞ്ഞ തവണ നഷ്ടപ്പെട്ടു. അത് ഒരു കണ്ടിന്യൂവേഷൻ തിരിച്ചു വരും. ഞാൻ കഴിഞ്ഞ തവണയും പറഞ്ഞതുപോലെ എന്റെ പാർട്ടി, ഞാൻ ആദ്യം MLA ആയ 2 തവണയും ആലപ്പുഴ ജില്ലയിൽ നിന്നാണ് ജയിച്ച MLA ആയത്. കഴിഞ്ഞ തവണ എനിക്ക് എന്റെ സ്വന്തം ജില്ലയായ കൊല്ലത്ത് തന്നെ മത്സരിക്കാൻ പാർട്ടി മുന്നണി അവസരം തന്നു. എനിക്ക് തികഞ്ഞ ആത്മവിശ്വാസം. എന്നെ ആദ്യം വന്ന് കണ്ട മാധ്യമപ്രവർത്തകര് എന്റെ അടുത്ത് തന്നെ ഇരുന്നു. ഞാൻ വേലക്കമ്പി സ്മാരകത്തിൽ വന്ന് ഇറങ്ങിയ ആ ദിവസം തന്നെ ഞാൻ പറഞ്ഞു, ഞാൻ കുണ്ട്രയിൽ നിന്ന് ജയിക്കും. എനിക്ക് കുണ്ട്രയിലെ ജനങ്ങളിൽ വിശ്വാസമുണ്ട്. എല്ലാ സ്ഥാനാർത്ഥിയും അങ്ങനെയല്ലേ പറയുള്ളൂ എന്നാണ് അവർ കരുതിയത്. ഞാൻ ആ തെരഞ്ഞെടുപ്പിൽ തൊട്ടു മുമ്പത്തെ LDF-ന്റെ വലിയ ഭൂരിപക്ഷം, 30,000-നടുത്ത് ഭൂരിപക്ഷം ഉണ്ടായിരുന്ന തോട്, അതിനപ്പുറത്ത് ജനങ്ങളുടെ വിശ്വാസം വളരെ ചുരുങ്ങിയ 10-16 ദിവസമാണ് എനിക്ക് ആകെ പ്രവർത്തിക്കാൻ കിട്ടുന്നത്. അന്ന് UDF പ്രഖ്യാപിച്ച അവസാനത്തെ സ്ഥാനാർത്ഥിയായിരുന്നു ഞാൻ കുണ്ട്രയിൽ. ഇപ്പോൾ എനിക്ക് 5 വർഷം അവിടെ ജനങ്ങൾക്കിടയിൽ പ്രവർത്തിച്ചു. അവരുടെ വീട്ടിലെ ഒരു MLA പോലെ ആയി പറഞ്ഞു. ഞാൻ അവിടെ മുഴുവൻ സമയവും ജനങ്ങൾക്ക് ഒപ്പം ഉണ്ടായിരുന്ന ഒരാളാണ്. MLA-യുടെ ഓഫീസ് ഉണ്ടായിരുന്നു. എന്റെ പിതാവ് മരണപ്പെട്ട ഒരു ദിവസം മാത്രമാണ് ഓഫീസ് അറിഞ്ഞിടുന്നത്. ബാക്കി എല്ലാ ദിവസവും 5 വർഷത്തിൽ ആ ഓഫീസ് ജനങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോ എനിക്കിപ്പോ കഴിഞ്ഞ തവണ വ്യക്തിപ്രഭാവം എന്നതിനുപരിയായി ജനങ്ങൾ എന്നിൽ ഒരു വിശ്വാസം അർപ്പിച്ചു. ആ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ അവർ എനിക്ക് വോട്ട് ചെയ്തു. ആ വിശ്വാസം 5 വർഷം നിലനിർത്താൻ കഴിഞ്ഞു. മുമ്പുണ്ടായിരുന്നതിനേക്കാൾ കൂടിയ വിശ്വാസവും അടുപ്പവും ഇഷ്ടവും ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. ആ വീട്ടിലെ MLA എന്ന നിലയിൽ അവിടുത്തെ നാട്ടുകാർ എന്നെ കാണുന്നുണ്ട്. അതാണ് എനിക്ക് അതിനെ കുറിച്ച് പറയാനുള്ളത്. ഇതിനെ കുറിച്ച് ചോദ്യം ഏറ്റവും പ്രസക്തമായ ചോദ്യമാണ്. അതായത് MLA മറുപടി പറഞ്ഞ് വലിയ ആത്മവിശ്വാസത്തോടു കൂടിയാണ് കുണ്ട്രയിലേക്ക് വന്നത്. അതാണ് തെരഞ്ഞെടുപ്പിൽ ഒരു ഡീൽ ഉണ്ടായിരുന്നു. പറഞ്ഞു വലിയ തോതിൽ വിജയം പിന്നെ LDF നേടിയിട്ടും ആ ഗവൺമെന്റ് ഉണ്ടായിരുന്ന ഒരു മന്ത്രി തൊട്ടുണ്ടാകാം. ആ ഡീൽ എന്ന് പറയുന്നത് തൊട്ട് മുന്നേ 3 മാസത്തിന് മുന്നേ ഒരു തെരഞ്ഞെടുപ്പ് നടന്നു. ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പാണ്. BJP ഓഫർ 33,383 7 പഞ്ചായത്തുകളിലായിരുന്നു. അതിനു മുമ്പ് അസംബ്ലി തെരഞ്ഞെടുപ്പ് മത്സരിച്ച് MS ശ്യാംകുമാർ വാങ്ങിച്ച് 21 കൊടുത്താണ്. BJP ചിത്രത്തിൽ മാറി, സ്ഥാനാർത്ഥിയില്ല. BDJS എന്ന് പറഞ്ഞിട്ട് മുന്നൂറിൽ നിന്ന് ഒരു വനിത സഹോദരി വരികയാണ്. അപ്പൊ പറഞ്ഞു, നമുക്കൊരു വിരുദ്ധ സ്ഥാനത്ത് വന്നപ്പോഴേ ആത്മവിശ്വാസം പത്രക്കാരോടെല്ലാം പറഞ്ഞാൽ ജയിക്കുമെന്ന് പറഞ്ഞത്. സംഭവം ആ ഡീല് ഉറപ്പിച്ചിട്ടാണ് വരുന്നത്.
ഇപ്പോഴും പാവപ്പെട്ട റോബിൻ രാധാകൃഷ്ണൻ കൊണ്ട് നോട്ടീസ് ബോർഡ് മാത്രമേ കണ്ടിട്ടുള്ളൂ എന്നാണ് പറഞ്ഞത്. ഞാൻ അതിനകത്ത് ഒന്നും പറയുന്നില്ല. ഒരുപാട് പൊതുപ്രവർത്തകർ കൊണ്ടുവരുന്നത് BJP ഇടക്കുന്നത്. അതും ഞാനിപ്പോ MLA ചോദിച്ചതാണ്. അതും പ്രത്യേക എന്തെങ്കിലും ഡീലിന്റെ ഭാഗമായിട്ടാണോ വന്നതെന്ന് ചോദിക്കേണ്ടി വന്നു. ഈ പാവപ്പെട്ട എന്തിനൊക്കെ വെയിൽ വിളിക്കുന്നതിനായിട്ടാണ് ചോദിച്ചു. പക്ഷേ ആ ഡീലാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞ അട്ടിമറി വിജയം എന്ന് പറഞ്ഞത് വീണ്ടും ആവർത്തിക്കുകയാണ്. അട്ടിമറി വിജയമാണ് നേടിയത്. കുണ്ടറ അസംബ്ലി മണ്ഡലം എന്ന് പറയുന്നത് ഇടതുപക്ഷത്തിന് വേണ്ടി കരുത്തുള്ള ഒരു മണ്ഡലമാണ്. ഇരൂപുരം മണ്ഡലത്തിന്റെ തൃക്കോവിലക്കം, ഇളമ്പുള്ളൂർ, കൊറ്റങ്കര ആ മണ്ഡലത്തിന്റെ മഹാഭൂരിപക്ഷം വരുന്ന വോട്ടർമാരും കിടക്കുന്നതാണ്. ആ 3 മണ്ഡലങ്ങൾ ചേരുമ്പോഴാണ് പുതിയ കുണ്ടറമണ്ഡലം 2011 ആകെ ഒരു തവണ 10 താഴെ വോട്ടിൽ PKK ബാബ ജയിച്ചിട്ടുണ്ട് എന്നതല്ലാതെ ഇരൂപുരത്തിന് ചരിത്രമില്ല. ആ ഒറ്റ തവണ മാത്രമേ ജയിച്ചിട്ടുള്ളൂ മണ്ഡലം പിന്നീടായതിനു ശേഷം. ഇവിടെ അതുകൂടി ചേർക്കപ്പെടുന്നു. അതിനോടൊപ്പം പഴയ കുണ്ടമണ്ഡലത്തിന്റെ ഭാഗങ്ങളായ സ്ഥലങ്ങൾ ചേരുമ്പോൾ ഇടതുപക്ഷത്തിന് വലിയ സ്വാധീനം ഉണ്ടായിരുന്നു. സംഭവം ശരിയാണ്. 30,000 വോട്ടിനാണ് ജയിച്ചത്. പക്ഷേ ഈ അട്ടിമറിയാണ് ആ തെരഞ്ഞെടുപ്പിൽ സംഭവിച്ചത് നമ്മൾ കാണേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ടാണല്ലോ ബഹുമാന്യ MLA 5 വർഷക്കാലം അസംബ്ലിയിൽ ഏറ്റവും കൂടുതൽ സബ്മിഷൻ ഉന്നയിച്ചു എന്ന് പറയുന്നത്. പക്ഷേ അസംബ്ലി രേഖകൾ പരിശോധിച്ചാൽ ഒരിക്കൽ പോലും അദ്ദേഹം എപ്പോഴെങ്കിലും കേന്ദ്ര ഗവൺമെന്റിൽ നിന്നോ നരേന്ദ്രമോദിയിൽ നിന്നോ ഒരു വാദം ഉന്നയിച്ചിട്ടില്ല. അദ്ദേഹം ഞാൻ പറഞ്ഞു രാഷ്ട്രീയ പ്രവർത്തകർ എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയം സംവദിക്കുന്നവരാണ്. ഞാൻ കുണ്ടറയിൽ 43 വർഷക്കാലമായി 85 മുതൽ 85 തുടങ്ങിയാൽ 85 മുതൽ കുണ്ടറയിൽ നിൽക്കുകയുള്ളതാണ്. ഏത് നടക്കുന്നതിലും കാണുന്നവരാണ്. MLA ഭാഗത്ത് രാഷ്ട്രീയ പ്രസംഗം ഞാൻ കേൾക്കുന്നില്ല. ഒരു രാഷ്ട്രീയ പ്രസംഗത്തിൽ പോലും അദ്ദേഹം ഒരു രാഷ്ട്രീയക്കാരനായി പാട്ടൊക്കെ പാടും. പാട്ട് പാടുന്നത് നല്ല കാര്യം തന്നെയാണ്. അതല്ലല്ലോ വേണ്ടത്. ഒരു പൊതുപ്രവർത്തകൻ രാഷ്ട്രീയം പറയണം. രാഷ്ട്രീയ പ്രസംഗങ്ങളെ MLA എന്ന് കേട്ടിട്ടില്ല. അതൊരു വലിയ അപകടകരമാണ്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ആ രാഷ്ട്രീയം എന്ന് പറയുന്നത് തലച്ചുകൊണ്ടുള്ള രാഷ്ട്രീയമാണ്, ഹൃദയം കൊണ്ടുള്ള രാഷ്ട്രീയമല്ല. ആ അപകടം കുണ്ടറക്കാർ കൊണ്ടുവന്ന അവസ്ഥ ഞാൻ ചോദിക്കാം. SL സജീവാർ ആലോചിച്ചത് വളരെ ഗുരുതരമായ കാര്യമാണ്. കഴിഞ്ഞ തവണ വിഷ്ണുനാഥ് വന്നത് ഒരു ഡീലിന്റെ ഭാഗമായിട്ട് BJP കോൺഗ്രസ് ഡീലിന്റെ ഭാഗമായിട്ടാണ് വന്നത്. അതിനെ പൂർവ്വമായിട്ട് അദ്ദേഹം പറഞ്ഞത് വിഷ്ണുനാഥ് BJP സംഘപരിവാർ ആളുകളെ വിമർശിക്കുകയില്ല. അദ്ദേഹം മോദിക്കെതിരെയുള്ള വർത്താനം നിയമസഭയിൽ പറഞ്ഞില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ ഇത്തവണയും അതുപോലുള്ള ഒരു ഡീലുണ്ട് ഭാഗമാണ് അദ്ദേഹം പറഞ്ഞത്. BJP സംഘപരിവാർ വോട്ടുകളോട് മൃദു സമീപനം, അവരുടെ വോട്ടുകൾ കിട്ടാൻ വേണ്ടി മൃദു സമീപനം നടത്തുന്നുവെന്ന വളരെ ഗുരുതരമായ ആരോപണമാണ് SL സജീവാർ വാർത്തകൾക്കിടയിലൂടെ ഉന്നയിച്ചത്. BJP സംഘപരിവാർ വോട്ടുകൾ വേണ്ട എന്ന് പ്രഖ്യാപിക്കാനോ തയ്യാറാണോ? അവർ അതിനോടുള്ള സമീപനം എന്താണ്? ഇവിടെ ദൗർഭാഗ്യകരമാണ് ഇങ്ങനെ വ്യക്തിപരമായ ആക്ഷേപം പ്രസ് ക്ലബിന്റെ ഒരു വളരെ ഉത്തരവാദിത്തപ്പെട്ട ബോഡിയിൽ വന്നിരുന്നു പറയുന്നത്. കാരണം അത് ആദ്യം ഇത്തരം കാര്യങ്ങൾ പറയുമ്പോൾ അധിക്ഷേപിക്കുന്നത് ജനങ്ങളെയാണെന്നുള്ള ബോധ്യം വേണം. ജനങ്ങൾ അങ്ങനെ ഡീലിൽ നിൽക്കും. ജനങ്ങളാണ് വോട്ടർമാർ. അങ്ങനെ ആർക്കെങ്കിലും വേണ്ടിയിട്ട് ആരെങ്കിലും തീരുമാനിക്കുന്ന സ്ഥലത്ത് ആരെങ്കിലും തീരുമാനമെടുത്തതിന്റെ അടിസ്ഥാനത്തിൽ എന്റെ വോട്ട് ഞാൻ മാറ്റി ചെയ്യാം എന്ന് തീരുമാനിക്കുന്ന ജനങ്ങളുടെ, നിങ്ങളിപ്പോൾ ഇനിയും വോട്ട് ചോദിച്ചു പോകുന്ന ആളുകളുടെ പ്രബുദ്ധതയാണ് പരിഹസിക്കുന്നത്. അത് ആദ്യം അവസാനിപ്പിക്കണം. നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ പൂർത്തിയാക്കി. നമുക്ക് വോട്ട് കുറയുന്നതിനെ, എനിക്ക് കൂടുതൽ ആളുകൾ വോട്ട് ചെയ്തതിനെ ആ ആളുകളെല്ലാം ആരുടെയെങ്കിലും സ്വാധീനത്തിന് വഴങ്ങി ഏതെങ്കിലും ഡീലിന്റെ ഭാഗമായി വോട്ട് ചെയ്തതാണെന്ന് ഞാൻ വ്യക്തിപരമായി അവരെ അധിക്ഷേപിക്കുമെന്നാണ് പറഞ്ഞത്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ. അദ്ദേഹം ഒരു കണക്കൊക്കെ പറഞ്ഞല്ലോ. BJPക്ക് അതിനു മുമ്പത്തെ ഇലക്ഷനിൽ 20,000 വോട്ട് ഉണ്ടായിരുന്നു. പിന്നെ 6,000 വോട്ടാണ് കഴിഞ്ഞ തവണ NDA സ്ഥാനാർത്ഥിക്ക് കിട്ടിയത്. 14,000 വോട്ട് കുറഞ്ഞു. ഈ 14,000 വോട്ട് കുറഞ്ഞതുകൊണ്ടാണ് അവിടെ ഞാൻ ജയിച്ചത്. അതൊരു ഡീലാണെന്നാണ് ലോജിക്കലായി ഇദ്ദേഹം സമർത്ഥിക്കാൻ എന്റെ എതിർ സ്ഥാനാർത്ഥി ശ്രമിക്കുന്നത്. ഒരു 30,000 വോട്ടിന്റെ ഭൂരിപക്ഷം മേഴ്സിക്കുട്ടിയമ്മയ്ക്ക് ഉണ്ടായിരുന്നു. BJPയുടെ 20,000 മൊത്തം എടുത്താൽ 14 കൂടി ഇങ്ങനെ എടുത്താലും 14 വരുന്നുള്ളൂ. പിന്നെയും 16,000 വോട്ട് കൂടെ മറികടന്ന് മാത്രമേ എനിക്ക് ജയിക്കാൻ കഴിയുമായിരുന്നുള്ളൂ. അപ്പൊ എനിക്ക് ലഭിച്ച CPMന്റെ വോട്ടിന്റെ ഉത്തരവാദി ആരാ? അതാരാ? അതുകൂടെ കണ്ടുപിടിക്കണ്ടേ. BJPയുടെ വോട്ട് എനിക്ക് വന്നു. അങ്ങനെയാണെങ്കിൽ മേഴ്സിക്കുട്ടി അമ്മയ്ക്ക് കിട്ടാതെ പോയ 16,000 വോട്ടുണ്ടല്ലോ.
എനിക്ക് ആ 30 കഴിഞ്ഞ് എനിക്ക് 4500 ഭൂരിപക്ഷമുണ്ട്. എന്റെ മുമ്പിലുള്ള വെല്ലുവിളി എന്താ? BJPക്ക് 20 ഉണ്ടായിരുന്നു, അതിൽ നിന്ന് 6 കുറഞ്ഞു. 14 എന്നിലേക്ക് വന്നു എന്നുള്ള ആരോപണത്തെ മുഴുവനായി ഞാൻ സ്വീകരിച്ചാൽ, അതായത് വാദത്തിന് വേണ്ടി സ്വീകരിച്ചാൽ, പിന്നെയും എനിക്ക് ജയിക്കണമെങ്കിൽ ആ 16 കഴിഞ്ഞ് പിന്നെ എനിക്ക് കിട്ടിയ ഭൂരിപക്ഷത്തിന് 4 കൂടെ ആകുമ്പോൾ 20,000. അപ്പൊ ഈ 20,000 എന്തായാലും ഇനി BJPന്ന് കിട്ടാനില്ല, അത് CPM-നാണ് വരേണ്ടത്. അപ്പോ അതിന്റെ ഉത്തരവാദി ആരാ? എന്നെ ജയിപ്പിച്ചത് BJP ആണെങ്കിൽ CPM എന്തിനാ സംഘടന നടപടി എടുത്തത്? CPM എന്റെ കൊണ്ടുവരുന്ന നേതാക്കന്മാർക്കെതിരെ നടപടി എടുത്തത് എന്തിനാ? അതായത് നമ്മൾ മനസ്സിലാക്കുന്നത് ഇരൂപരം അടക്കമുള്ള 6 അസംബ്ലി മണ്ഡലങ്ങളിൽ ജയിച്ചതിനേക്കാൾ കൂടുതൽ പെർസെന്റേജ് ഓഫ് വോട്ട് കുണ്ടറയുണ്ട്. അത് മനസ്സിലാക്കേണ്ടത് പെർസെന്റേജ് ഓഫ് വോട്ട് കുണ്ടറയുണ്ട്. അത് കാണാതിരിക്കാൻ പറ്റൂ. 3% വോട്ട് പുനലൂർ മാത്രമാണ് കുണ്ടറ താഴേക്കുന്നത്. പുനലൂർ കരുനാപ്പള്ളി, ഇരൂപരം, ബാക്കി എല്ലാ മണ്ഡലങ്ങളിലും നമ്മൾ മനസ്സിലാക്കുന്നത് അവിടുന്ന് കിട്ടിയതിനേക്കാൾ, നൗഷാദ് MLA കിട്ടിയതിനേക്കാൾ വോട്ട്. പിന്നെ കഴിഞ്ഞ പ്രാവശ്യം 10,000 വോട്ട് കിട്ടിയെന്ന് പറഞ്ഞാൽ അത് ഞാൻ പറഞ്ഞില്ല, ഇടതുപക്ഷത്തിന്റെ മണ്ഡലമാണ്. ഏത് സ്ഥാനാർത്ഥിയും കൂടെ ആ പ്രശ്നമുണ്ട്. ഞാനതിനെ കൊച്ചായി കാണുന്നില്ല. ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താനാണ് മത്സരിക്കുന്ന അവസാന ഘട്ടത്തിൽ. അതിന്റെ ചില ലോജിക്സും പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ചില മേഖലകളിൽ വോട്ട് മേഴ്സാൻ കിട്ടിയ സാഹചര്യങ്ങളുണ്ട്. അപ്പൊ അതിലേക്ക് ഞാൻ വരുന്നില്ല. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, മനസ്സിലാക്കേണ്ട ഒരു പ്രശ്നം, ഈ മേഴ്സിക്കുട്ടി അവസാനം 4,000 വോട്ടിന് തോക്കുമ്പോഴും ഈ കൊല്ലം ജില്ലയിലെ 2 മണ്ഡലത്തെ ഒഴിച്ച് ബാക്കി മണ്ഡലം ജയിച്ച മണ്ഡലങ്ങളേക്കാൾ പെർസെന്റേജ് ഓഫ് വോട്ട് കൂടുതലാണ്. പാർട്ടിയുടെ അതാണ് കാണുന്നത്. മാധ്യമങ്ങള് നിങ്ങളുടെ സംഘടനാ നടപടി റിപ്പോർട്ട് ചെയ്തത് അതിലേക്ക് നിങ്ങൾ എന്നെ ജയിപ്പിച്ചതിന് CPM നടപടി എടുത്തില്ല. അത് മനസ്സിലാക്കുന്നത് അതാണ് CPM-ന്റെ പ്രത്യേകത. CPM-ന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ CPM-ന് അതിനുള്ള കരുത്തുണ്ട്, കോൺഗ്രസ് നിർഭാഗ്യവശാൽ ഇല്ല. അതാണ് മനസ്സിലാക്കേണ്ടത്. അത് എടുത്തെന്ന് പറഞ്ഞാൽ മേഴ്സിക്കുട്ടി അമ്മസാറിന്റെ ഭർത്താവിനടക്കമാണ് നടപടി എടുത്തത്. അതാണ് മനസ്സിലാക്കേണ്ടത്. എല്ലാം പറയട്ടെ, ഞാനും തുളസീരക്കുറിപ്പ് അടക്കമുള്ള ആളുകൾക്ക് ഒരു ചർച്ച നടത്തി. അത് ഒരാൾക്കല്ല, അവിടെ പ്രവർത്തിച്ച DC മെമ്പർമാരെ മുഴുവൻ ആളുകൾക്കും. പക്ഷേ UDF ശ്രമം നടന്നുകൊണ്ട് ആളുകൾ തുടരായിട്ട് വെച്ച് കേട്ടാൽ അതൊക്കെ ജനങ്ങൾക്കറിയാം. ഈ കച്ചവടത്തെ സംബന്ധിച്ച് നല്ല ധാരണയുണ്ട് എങ്ങനെയാണെന്നൊക്കെ ഉള്ളത്. ഇതൊക്കെ ജനം പച്ചയായ യാഥാർത്ഥ്യമാണ് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതിന് CPM-ന് തെരഞ്ഞെടുപ്പിൽ ജയപരാജയം ഉണ്ടായാൽ അതിന്റെ കാര്യങ്ങൾ അന്വേഷിച്ചു പോകാൻ സംഘടനപരമായ കരുത്തുണ്ട്, ഉള്ളടക്കം അങ്ങനെയുണ്ട്. കോൺഗ്രസ് അല്ല CPM, അല്ല സംഘടന. ഇതാണ് UDF-ന്റെ LDF പ്രശ്നം. പഴയ കാര്യങ്ങൾ പറഞ്ഞ കുറേ സമയങ്ങളിൽ ഒരു ഡെവലപ്മെന്റ് ഉണ്ടാവുന്നില്ല. അപ്പൊ ഞാൻ പറഞ്ഞ പ്രകാരം ജനങ്ങളുടെ നന്മയ്ക്കും ഡെവലപ്മെന്റിനാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത് സമയമാണ്. മനസ്സിലായില്ല, സമയം സ്പെൻഡ് ചെയ്യുക, അത് പ്രോപ്പറായിട്ട് പ്ലാൻ ചെയ്ത് ചെയ്യുക. ഈ പഴയ കാര്യങ്ങളെ പറ്റി സംസാരിച്ച് വെറുതെ പൊളിറ്റിക്സ് കളിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ജനങ്ങളുടെ കാര്യം വെറും മതോഗതിയായിരിക്കും. അതുകൊണ്ട് ഇത് കാണുന്ന ജനങ്ങൾ ഇതെല്ലാം മനസ്സിലാക്കുക. ആരാണ് നിങ്ങളെ കൂടെ നിൽക്കുന്നത്? ഞാൻ ബേസിൽ ഒരു ഡോക്ടറാണ്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് മനുഷ്യന്റെ വിഷമവും ഇമോഷനും എമ്പതി എല്ലാം മനസ്സിലാക്കുന്ന ഒരാളാണ്. കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് 7-8 വർഷം ഒരു ഡോക്ടറായിട്ട് വർക്ക് ചെയ്തിരുന്ന ഒരാളാണ്. നൈറ്റ് IP പേഷ്യന്റ് ഇൻചാർജായിട്ട് ഒരു ബുദ്ധിമുട്ടും വരാതെ എല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ട് ക്ലിയർ ആയിട്ട് ചെയ്ത ഒരാളാണ്. അതുകൊണ്ട് ഇതിൽ എനിക്കൊരു ചാൻസ് കിട്ടുകയാണെങ്കിൽ ഈ പ്രോപ്പറായിട്ട് എല്ലാ കാര്യങ്ങളും ഓർഗനൈസ് ചെയ്ത്, അനലൈസ് ചെയ്ത്, പ്ലാൻ ചെയ്ത്, ഇംപ്ലിമെന്റ് ചെയ്ത് ഈ പറഞ്ഞ എനിക്കൊരു മാതൃക മണ്ഡലാക്കാൻ പറ്റും. അതേപോലെ തന്നെയാണ് വിഷ്ണു ചേട്ടൻ പറഞ്ഞതൊക്കെ എന്തോ ഒരു കാര്യം ചെയ്ത് വീഡിയോ ആയിട്ട് റെക്കോർഡ് ചെയ്താൽ പറ്റിയില്ലെന്ന് പറഞ്ഞത്. പക്ഷേ ഇലക്ഷൻ ടൈം ആയപ്പോഴത്തേക്ക് എനിക്ക് തോന്നുന്നു ആ പ്രൊഫൈൽ നോക്കിയാൽ മൊത്തം റീൽസ് ആണ്. അപ്പം നമ്മൾ ചെയ്ത കാര്യങ്ങൾ അങ്ങനെയുണ്ടായിട്ട് കുറച്ച് സമയം അതിനുവേണ്ടി സ്പെൻഡ് ചെയ്തിരുന്നെങ്കിൽ ആ റീലും എന്ത് ചെയ്യായിരുന്നു ഇടാന്നതേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ അങ്ങ് MLA കൊണ്ടുവരല്ലേ ഗതാഗത ഒഴിവാക്കാൻ എനിക്ക് ആദ്യം MLA ആയിട്ട് എനിക്കൊരു ചാൻസ് കിട്ടിക്കഴിഞ്ഞാൽ കുണ്ട്ര എന്ന് പറയുന്ന ഒരു ഇൻഡസ്ട്രിയൽ ഹബ്ബായിരുന്നു. ഹിസ്റ്റോറിക്കൽ ഇൻഡസ്ട്രിയൽ ഹബ്ബായിരുന്നു. അത് ഗ്രാജുവലി അതിന്റെ ഡെവലപ്മെന്റ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. ജനങ്ങൾ അത് വെച്ച് സഫർ ചെയ്തു. ജോലിയില്ലായ്മ, അതുവഴി പട്ടിണി, കാര്യങ്ങള്, മരണം, ഇതൊക്കെയാണ് സംഭവിച്ചുകൊണ്ടിരുന്നത്. ഓക്കെ, എന്ന് വെച്ചാൽ നശിച്ച് നാരായണക്കല്ലെടുത്തിരിക്കുകയാണ് ഇൻഡസ്ട്രിയൽ സെക്ടർ. അപ്പൊ അത് വന്നിട്ട് ഡെവലപ്പ് ചെയ്യണം, റീബിൽഡ് ചെയ്യണം. മനസ്സിലല്ലേ? അപ്പൊ അതിനുള്ള എല്ലാ കാര്യങ്ങളും സെൻട്രലുമായിട്ട് ഞാൻ അസോസിയേറ്റ് ചെയ്ത് അതിനുള്ള എന്ത് കാര്യങ്ങൾ, പദ്ധതികളും കാര്യങ്ങളും ഉണ്ടെങ്കിൽ അത് ഞാൻ ഇംപ്ലിമെന്റ് ചെയ്യും. അതേപോലെ തന്നെ സ്റ്റാർട്ടപ്സ് കാര്യങ്ങളെല്ലാം ഈ പുറമേ പോകുന്ന കുട്ടികൾക്കും കാര്യങ്ങൾക്കും എല്ലാം സ്റ്റാർട്ടപ്സ് ഇവിടെ തന്നെ ഞാൻ എന്ത് ചെയ്യും കൊണ്ടുവരും. മാക്സിമം പേർക്ക് എംപ്ലോയ്മെന്റ്. നമുക്ക് ബേസിക്കലി ജീവിക്കാൻ എന്ത് വേണം? കാശ് വേണം. കാശ് ഉണ്ടെങ്കിൽ നമുക്ക് ഫുഡും കാര്യങ്ങളും എല്ലാം നൽകാം. അതിന് എന്ത് വേണം? ജോലി വേണം. അപ്പൊ മാക്സിമം ജോലി കിട്ടുന്ന രീതിയിലുള്ള സ്റ്റാർട്ടപ്സും ഇൻഡസ്ട്രിയൽ സെക്ടേഴ്സ് എല്ലാം എന്റെ ചോദ്യത്തിന് ഉത്തരം ഗതാഗതം അല്ല ഞാൻ പറഞ്ഞു. ഇപ്പൊ മെയിൻ ആയിട്ടുള്ള കാര്യം വെച്ചാൽ നമ്മുടെ ടൗണിലുള്ള റോഡ്സ് മാത്രമേ എല്ലാം
പ്രോപ്പറേറ്റ് ഉള്ളൂ. അതും ഉള്ളേരിയകളിൽ പോയി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഈ റോഡുകളെല്ലാം നശിച്ച് കിടക്കുകയാണ്. മനസ്സിലായത് ആ റോഡുകളെല്ലാം ഒന്ന് ഇതൊക്കെ നമുക്ക് വേണമെന്ന് വെച്ചാൽ ചെയ്യാനുള്ളത്. ഗവൺമെന്റ് ആയിട്ടൊന്ന് പറഞ്ഞത് ഈ റോഡൊന്ന് റെഡിയാക്കി പറഞ്ഞതെന്ന് ഒരു MLA പറഞ്ഞറിഞ്ഞ് റിക്വസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ജനങ്ങളെ സേവിക്കുന്ന ഒരു ഗവൺമെന്റ് ആണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് അവർ ആ റോഡ് ശരിയാക്കാൻ നോക്കും. കാരണം ഒരു റോഡ് ശരിയായി കഴിഞ്ഞാൽ അവിടുത്തെ ഫാസ്റ്റ് ഗ്രോയിങ് ആയിട്ടുള്ള ഒരു ടൗൺ ഒരു എന്താ പറയുക സിറ്റി ഒരു പ്ലേസ് ആക്കി നമുക്ക് മാറ്റാൻ പറ്റും. മനസ്സിലാവും. ഡോക്ടർ റോബിനോടാണ് ഓൾറെഡി താങ്കൾ ഡെവലപ്മെന്റ്സിനെ കുറിച്ച് പറഞ്ഞു. എന്തെങ്കിലും ഈ സ്ഥിരം നമ്മൾ പറയുന്ന റോഡ് സ്റ്റാർട്ടപ്പ് അതൊക്കെ അല്ലാതെ അതിനപ്പുറം എന്തെങ്കിലും പ്രത്യേകിച്ച് കൊണ്ടുവരാൻ പ്ലാൻ ഉണ്ടോ? താങ്കൾ യങ് ആണ്, അപ്പം യങ്സ്റ്റേഴ്സിന്റെ മൈൻഡിൽ ചിന്തിച്ച് എന്തെങ്കിലും നമ്മൾ ചിന്തിക്കാത്ത റോഡും അതൊക്കെ ഒബ്വിയസ്ലി അതൊക്കെ മെയിൻ പ്രശ്നമാണ്. ഡ്രിങ്കിങ് വാട്ടർ അതെല്ലാം പ്രശ്നമാണ്. അതല്ലാതെ അതിനപ്പുറം എന്തെങ്കിലും പ്ലാൻ ഉണ്ടോ? നമുക്ക് കൊണ്ടുപോയി നമുക്ക് അഷ്ടമുടി കായലുണ്ട് അല്ലെ? അഷ്ടമുടി കായലിലെ ടൂറിസം നമുക്ക് ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ വേൾഡ് ലെവലിൽ നമുക്ക് ഈ ടൂറിസം കൊണ്ടുപോകാൻ പറ്റും. നമുക്ക് ഈ പറഞ്ഞ ബോട്ടിങ്ങോ അല്ലെങ്കിൽ ഈ പറഞ്ഞ ഹോം സ്റ്റേയോ കാര്യങ്ങളോ എന്തുവാണെങ്കിലും അവിടെ കൊടുത്തു കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് 10,000 പേർക്ക് ജോലി കിട്ടും. അതൊരു 10,000 കുടുംബങ്ങൾക്ക് അതൊരു ബെറ്റർ ആയിട്ടുള്ള സ്ഥലമാണ്. അപ്പൊ വെറുതെ അതിൽ എന്തൊക്കെ കുറച്ച് കോംപ്ലിക്കേഷൻസ് ഉണ്ടെന്നാണ്. അത് ഉറപ്പായിട്ട് നമ്മുടെ സെൻട്രൽ ഗവൺമെന്റ് വിചാരിച്ചു കഴിഞ്ഞാൽ നടക്കും. ഇതിൽ വിചാരിച്ചാൽ നടക്കത്തില്ല. അപ്പൊ പ്രോപ്പറായിട്ട് എനിക്ക് അത് എന്ത് ചെയ്യാൻ പറ്റില്ല. രാജ്യസഭ അസോസിയേറ്റ് ചെയ്ത് പ്രൈം മിനിസ്റ്റർ അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെന്റ് അസോസിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഉറപ്പായിട്ടും അഷ്ടമുടി കായല് വലിയൊരു ടൂറിസം പദ്ധതി കൊണ്ടുവന്ന് അത് വേൾഡ് ലെവലിൽ കൊണ്ടുവരാനും പറ്റും. അതുവഴി ഒരുപാട് പേർക്ക് എംപ്ലോയ്മെന്റ് കൊടുക്കാനും പറ്റും. ജനങ്ങൾക്ക് ലൈഫ് ബെറ്റർ ആക്കാനും പറ്റും. വികസനം കൊണ്ടുവരുന്നതിൽ ഈ സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള പരിമിതികൾ ഉണ്ടായതുകൊണ്ട് എന്തെങ്കിലും നിലച്ചു പോയതോ അതിൽ നടക്കാതെ പോയതിനുള്ള പദ്ധതികളുണ്ടോ? നിയമസഭയിൽ വിവേചനം ഉണ്ടാകാറുണ്ടായിരുന്നു. എനിക്ക് മാത്രമല്ല, ഒരുപക്ഷെ MLA-മാരോടെല്ലാം വിവേചനം കാണിച്ചിട്ടുണ്ട്. ഞങ്ങൾ നിയമസഭയിൽ തന്നെ ചോദിച്ചിട്ടുണ്ട്, നിങ്ങൾ കേന്ദ്ര സർക്കാരിനെതിരെ പറയുന്ന പ്രശ്നങ്ങൾ നമ്മൾ കൊടുക്കുന്ന ടാക്സിന് ആനുപാതികമായ ഷെയർ കേരളത്തിന് വരുന്നില്ല. ഇതേ ചോദ്യം ഞങ്ങൾക്ക് നിങ്ങളോടില്ലേ? നിങ്ങൾ ഭരണപക്ഷ MLA-മാരുടെ മണ്ഡലങ്ങളിൽ വികസനത്തിനായി കൂടുതൽ പണം അനുവദിക്കുന്നു. ബജറ്റിലാണല്ലോ ഇതൊക്കെ അനുവദിക്കുന്നത്. പ്രതിപക്ഷ MLA-മാർക്ക് കുറച്ച് തുക അനുവദിക്കുന്നു. അപ്പൊ ഞങ്ങളും നിയോജക മണ്ഡലത്തിൽ നിന്ന് കൊടുക്കുന്ന ടാക്സിന്റെ ആനുപാതിക ഷെയറിന് അർഹതപ്പെട്ടവരാണ് അവിടുത്തെ ജനങ്ങൾ. ഈ വിഷയം പലതവണ ഡിബേറ്റിന് വിധേയമായിട്ടുള്ളതാണ്. ഗവൺമെന്റ് സ്വാഭാവികമായിട്ടും അതിനൊരു കൃത്യമായ മറുപടി അവർ നൽകത്തതുമില്ല എന്നാണ് പറയുന്നത്. പക്ഷെ നമ്മൾ പരിമിതി എന്ന് പറഞ്ഞുകൊണ്ടിരുന്നൊരു കാര്യമില്ല. നമ്മുടെ കഴിവിനെ അനുഭവ സമ്പത്തിനെ ഉപയോഗിച്ചുകൊണ്ട് ഞാനതാണ് പറഞ്ഞത്. ഞാന് PWD സെക്രട്ടറിയെ അദ്ദേഹത്തെ കണ്ട് ഈ അങ്ങേ ഒരു ഇടപെടൽ നടത്തി ഒരു ഉന്നതതല യോഗം വിളിച്ചൊരു നിർവഹണ ഏജൻസിയെ കണ്ടെത്താതെ ഈ പാലം മുന്നോട്ട് പോവില്ല. അങ്ങനെയാണ് ആ യോഗത്തിൽ RBDCക്ക് കൊണ്ട് തീരുമാനമെടുത്തത്. ശരിയാണ്, നിരവധി തവണ കിഫ്ബിയിലടക്കം യോഗം ചേർന്നിട്ടാണ് ടൗൺ വികസനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നത്. റവന്യൂ മിനിസ്റ്റർ ശ്രീ K. രാജൻ, എനിക്ക് അദ്ദേഹത്തിന്റെ പേര് പറയാതിരിക്കാൻ കഴിയില്ല. അദ്ദേഹത്തിന്റെ ആത്മാർത്ഥമായ സഹായം ഉണ്ടായി. അദ്ദേഹം പിന്നെ എല്ലാ വില്ലേജ് ഓഫീസുകളും ഏറ്റവും കൂടുതൽ കൊറ്റങ്കരയാണ് സ്മാർട്ട് വില്ലേജ് ആക്കിയത്. ശ്രീ V. ശിവൻകുട്ടി, എനിക്ക് അദ്ദേഹത്തിന്റെ പേര് പറയാതിരിക്കാൻ കഴിയില്ല. ഞാൻ വേണമെങ്കിൽ എനിക്ക് പേര് പറയാതിരിക്കാം. അദ്ദേഹം ഇപ്പോൾ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥി കൂടിയാണ്. പക്ഷെ എനിക്ക് പേര് പറയാം. എന്റെ നിയോജക മണ്ഡലത്തിൽ വികസനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഞാൻ ഓരോ വർഷവും സ്കൂളിന്റെ പ്രപ്പോസൽ കൊടുത്തിട്ടുണ്ട്. പെരുന്നാട് സ്കൂള് ഞാൻ പ്രപ്പോസൽ കൊടുത്തു, അദ്ദേഹം പണം അനുവദിച്ചു. ഞാൻ പിന്നെ നെടുമ്പനയിൽ സ്കൂളിന് പഞ്ചായത്തിൽ സ്കൂളിന് പ്രപ്പോസൽ കൊടുത്തു, പണം അനുവദിച്ചു. മുക്കൂട് സ്കൂളിന് ഞാൻ പ്രപ്പോസൽ കൊടുത്തു, അദ്ദേഹം തുക അനുവദിച്ചു, അത് പൂർത്തിയാക്കി ഉദ്ഘാടനം ചെയ്തു. ഏറ്റവും ഒടുവില് പിന്നെ നമ്മുടെ കൊറ്റങ്കരയില് ഗോപിക സദനം സ്കൂള് അതിന് പ്രപ്പോസൽ കൊടുത്തു. ഇങ്ങനെ എല്ലാം രേഖയുള്ള നമ്മൾ പ്രപ്പോസൽ കൊടുത്തു. അതിനുശേഷം അതിന് പ്രപ്പോസൽ ഡീറ്റെയിൽസ് ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അദ്ദേഹത്തിന്റെ ഭാഗത്ത് നമുക്ക് സഹായം കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഞാൻ പറയുന്നത് നമ്മുടെ ഒരു അനുഭവ സമ്പത്ത്, മുമ്പ് MLA ആയിരുന്നിട്ടുള്ള പരിചയം, ഇതെല്ലാം ഉപയോഗിച്ച് ഉദ്യോഗസ്ഥ തലത്തില് എസുകാരുണ്ട്, അവരുടെ എല്ലാം അടുത്ത് പോയി നമ്മുടെ മണ്ഡലത്തിന് വേണ്ടിയിട്ട് കഠിനാധ്വാനം ചെയ്ത് ഞാൻ കുണ്ടറയിൽ ഒരുപാട് ഞാൻ ഇപ്പൊ ഇലക്ഷൻ മത്സരിക്കുമ്പോൾ അങ്ങനെ ഒന്നും ചെയ്തില്ല എന്നൊക്കെ പറയുമ്പോൾ ഞാൻ തമാശയായിട്ട് പ്രസംഗിക്കുമ്പോൾ പറയാറുണ്ട്, 21 മത്സരിക്കാൻ വരുമ്പോൾ ഒരു താടിയും നരച്ചിട്ടുണ്ടായിരുന്നില്ല. 26 ആവുമ്പോഴത്തേക്ക് താടി നരയ്ക്കുന്നത് ഈ ഒരുപാട് മാനസിക സമ്മർദ്ദവും നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ, ഇതൊക്കെ ഓരോ ഫയൽ നിങ്ങൾക്ക് സെക്രട്ടേറിയറ്റ് പോകുമ്പോൾ അറിയാം. ഓരോ ഫയലിന്റെയും പിന്നാലെ കയറി ഇറങ്ങി
അത് ഒരു സ്ഥലത്ത് നമ്മൾ ചെന്നില്ലെങ്കിൽ അവിടെ കിടന്നു പോയാൽ അവിടെ കിടക്കും. അത് അവിടുന്ന് പൊക്കിയെടുത്ത് അടുത്ത സ്ഥലത്തേക്ക് വിട്ട് അങ്ങനെ നിരന്തരമായി പ്രവർത്തിച്ചു. 122 ഗ്രാമീണ PWD റോഡുകൾ കൊണ്ടുവന്നു. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഈ കാലഘട്ടത്തിൽ ചെയ്യാൻ കഴിഞ്ഞു. ഭരണപക്ഷ MLA-മാർക്ക് വിവേചനമില്ലാതെ സർക്കാർ ഫണ്ട് കൊടുക്കുന്നു. പ്രതിപക്ഷ MLA-മാരോട് വിവേചനം കാണിക്കുന്നു. പക്ഷെ പരിമിതി എന്ന് പറഞ്ഞിരുന്നിട്ട് കാര്യമില്ല, ഇറങ്ങി പ്രവർത്തിക്കുക എന്ന് പറയുന്നത്. നേരത്തെ നിങ്ങളോട് ചോദിച്ചതിനെ അരിയത്തോന്നിട്ട് പ്രയാസം ഞാൻ ഇന്നാണെന്നല്ലേ പറഞ്ഞത്, മറുപടി പറഞ്ഞില്ല. ഞാൻ തുടക്കത്തിൽ ഞാൻ പറഞ്ഞത് വളരെ സ്കിപ്പ് ചെയ്തിട്ടു. യഥാർത്ഥ വിഷയമാണ്. ഞാൻ പുറത്ത് വേണ്ടയോ വേണ്ടില്ലേ എന്ന് ചോദിച്ചാൽ മറുപടി പറഞ്ഞില്ല. അതാണ് നമ്മുടെ നില. യഥാർത്ഥ പ്രശ്നങ്ങളിൽ വഴിമാറി സഞ്ചരിച്ച് തങ്ങളുടെ ആഗ്രഹങ്ങൾക്കനുസരിച്ച് ഉൾവാസം എന്തായാലും ഒരു ഗുണമുണ്ടായി. ഇപ്പൊ ചോദ്യം മാധ്യമസുഹൃത്ത് ചോദ്യത്തിന് പറഞ്ഞു, ഗവൺമെന്റ് തൃപ്തികരമായി ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നു, ഗവൺമെന്റിന് കുറ്റം പറയാൻ കഴിയില്ല എന്ന് മാത്രമല്ല മന്ത്രിമാരുടെ അപ്രീഷിയേറ്റ് ചെയ്തുകൊണ്ട് പറഞ്ഞു എന്നുള്ളത് വളരെ സന്തോഷകരമായ കാര്യമാണ്. അത് എത്രയെങ്കിലും LDF പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് സമ്മതിക്കാൻ തയ്യാറായതിനുള്ള സന്തോഷം. സമയമായിരുന്നു. അപ്പം വളരെ സജീവമായ ചർച്ചയായിരുന്നു. 3 പേരും അവരുടേതായ കാഴ്ചപ്പാടുകൾ അവതരിപ്പിച്ചു കഴിഞ്ഞു. ഈ വാർത്ത എല്ലാ മാധ്യമങ്ങളും നന്നായിട്ട് പ്രസിദ്ധീകരിക്കണമെന്ന് അപേക്ഷ പോയിട്ടുണ്ട്. ഇതില് ബഹുമാനപ്പെട്ട MLA പറഞ്ഞു, നമുക്ക് താടി നനച്ച കാര്യം പറഞ്ഞു. പക്ഷെ അത് 40 വയസ്സ് കൂടുതലായിരുന്നു. 5 വർഷം കൂടെയാണ് 2021 ഗ്രാജുവലി പ്രായമാകുമ്പോൾ മുടി നനയ്ക്കും. അതൊരു എന്താ പറയാ, താടി നരച്ചുപോയി എന്നത് ഡെവലപ്മെന്റ് ആയാലും താടി നരച്ചു പോയി. അത് പ്രായം 5 വയസ്സ് കൂടിയല്ലോ. അപ്പൊ ഞാൻ 5 വർഷം കഴിഞ്ഞ ചിലപ്പോ എന്റെ താടി നരയ്ക്കും. ഇപ്പം കേരളത്തിലാണല്ലോ കണ്ടു കഴിഞ്ഞാൽ പ്രായം നിശ്ചയിക്കാൻ പറ്റില്ല. ടെൻഷനാവുന്നത് അറിവുള്ളതാണ്. അപ്പൊ നിങ്ങളെ രണ്ടുപേരെയും പ്രാർത്ഥന അനുഗ്രഹിക്കുന്നുണ്ടാകും. ഞാനൊരു ബിഗിനറാണ്. ഓക്കെ, താങ്ക് യു. നന്ദി പറയുന്നതിന് വേണ്ടി നമ്മുടെ നിർവാഹ സമിതി ചെയർമാൻ ഇടയ്ക്ക് നമ്മുടെ ഈ പ്രശ്നത്തിന് എല്ലാവരും ചോദ്യം ഉത്തരം എഴുതി കൊടുത്തു കാണുമെന്ന് വിശ്വസിക്കുന്നു. എന്തായാലും ആദ്യം കുറച്ച് കഴിഞ്ഞപ്പോൾ ഇടയ്ക്ക് 2 കഥകളൊക്കെ പൊട്ടി. അതുകൊണ്ട് നമ്മുടെ സംവാദം ഉഷാറായി. 4-5 ദിവസം വളരെ വിജയകരമായ സംവാദം പുരോഗമിക്കുന്നു. അടുത്ത ദിവസം കൂടുതൽ കരുത്തോടുകൂടി സംവാദം മുമ്പോട്ട് പോകട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. ഒപ്പം താടി നനയ്ക്കാതെയും തലമുടി നനയ്ക്കാതെയും ഒക്കെ ആസ്വദിച്ച് MLA-മാരുടെ കർമ്മ പദ്ധതികളുമായി മുമ്പോട്ട് പോകാൻ എല്ലാവർക്കും കഴിയട്ടെ എന്നുള്ള ആശംസയും അർപ്പിക്കുന്നു. സംവാദത്തിൽ പങ്കെടുത്ത ശ്രീ SL സനിൽകുമാർ, PC വിശ്വനാഥ് MLA, ഗോവിന്ദ് രാധാകൃഷ്ണൻ, അധ്യക്ഷനായിരിക്കുന്ന സനിൽ D പ്രേം, സ്വാഗതം പറഞ്ഞ കണ്ണൻ നായർ, മറ്റ് മാധ്യമ സുഹൃത്തുക്കൾ, ഇനി നിങ്ങളുടെ ഊഴമാണ്. ഇവിടെ ചെറിയൊരു സ്ഥലത്ത് മാത്രം നടന്ന ഈ സംവാദം, ഈ ചർച്ച ജനങ്ങളുടെ എത്തിക്കേണ്ടത് നിങ്ങൾ ഓരോരുത്തരുമാണ്. നമ്മൾ ഓരോരുത്തരുമാണ് നമ്മളുടെ കർമ്മം നന്നായി നിർവഹിച്ചുകൊണ്ടിരിക്കുകയാണ്. തുടർന്നുള്ള ദിവസങ്ങളും നിങ്ങളുടെ സഹകരണം പ്രതീക്ഷിക്കുന്നു. എല്ലാവർക്കും ഒറ്റ വാക്കിൽ നന്ദി. നാട്ടുവട്ടം വാർത്തകൾ ഇന്നിവിടെ പൂർണ്ണമാകുമ്പോൾ ലൈല ക്രിയേഷൻസിന്റെ ബാനറിൽ പുറത്തിറങ്ങുന്ന 28ാമത്തെ ഹ്രസ്വചിത്രം മൗനം നാളെ രാവിലെ 10 മണിക്ക്, ഞായറാഴ്ച രാവിലെ 10 മണിക്ക് യൂട്യൂബിൽ റിലീസ് ചെയ്യും. 10 മണിക്ക് തന്നെ നിങ്ങൾക്ക് സിനിമ കാണാവുന്നതാണ്. 5 മിനിറ്റിന് ഉള്ളിൽ ദൈർഘ്യമുള്ള ഈ കൊച്ചു സിനിമ കാണുകയും നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുകയും ചെയ്യണമെന്ന് സ്നേഹത്തോടെ അഭ്യർത്ഥിക്കുന്നു. നാളെ രാത്രി വീണ്ടും പരസ്പരം നമുക്ക് നമ്മുടെ മൊബൈൽ ഫോണുകളിലൂടെ കാണാം. അതുവരെ നാട്ടുപട്ടം ടീമിന്റെ സ്നേഹം, ആദരം.